السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله على نبينا محمد والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم മുഹ്തദൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ധാർമ്മികതയാണ് പരിഹാരം എന്ന പേരിൽ ആനക്കയം മണ്ഡലം വൈജ്ഞാനിക സമ്മേളനം ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രചരണ ഉദ്ഘാടന വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തൊട്ടടുത്ത ആഴ്ചകളിലായിക്കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരക്കണക്കിന് ആളുകൾക്കിടയിൽ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് മാനവരക്ഷക്ക് ദൈവിക ദർശനം എന്ന വിസ്ഡം ഇസ്ലാമിക് കോൺഫറൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ സുമനസ്സുകളെയും ആ സദസ്സിലേക്ക് കൂടെ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദി. മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തെയും സ്വന്തം മരണത്തെയും വരാനിരിക്കുന്ന നീണ്ടുകിടക്കുന്ന ലോകത്തെയും കുറിച്ചൊക്കെ ആലോചിക്കാൻ, ചിന്തകളോടെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ, ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി ജീവിക്കാനും സാധ്യമാകേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യരാണ് എന്ന നിലക്ക് തന്നെ അല്ലാഹു തആല നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് ശരീരത്തിന് ഉതകുന്ന നല്ല അവയവങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. കാണാൻ, കേൾക്കാൻ, ചിന്തിക്കാൻ. കണക്കില്ലാത്ത അനുഗ്രഹങ്ങളുടെ ഉടമയാണ് മനുഷ്യ നീ. കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ടായിരിക്കാം, പക്ഷേ ആ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തമൊന്ന് ശുദ്ധീകരിക്കാൻ കിഡ്നിക്ക് തയ്യാറാവുന്നില്ലെങ്കിൽ നമ്മളെല്ലാം കിടന്നു കൊടുക്കണം. ഒരു ഡയാലിസിസ് സെന്ററിൽ 4 മണിക്കൂറുകളോളം ഒരേ കിടപ്പ് കിടക്കേണ്ടി വരുന്നു. എത്രയോ രോഗികൾ അവർക്ക് ആവശ്യമായ കൃത്യമായ വെള്ളം പോലും ആഗ്രഹിക്കുന്ന എത്ര വെള്ളം കുടിക്കാൻ കഴിയാതെ പോകുന്നവർ. വീടിനകത്തും മക്കളുടെ കൈകളിലുമൊക്കെ വിഭവസമൃദ്ധമായ മക്കളുണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്. പക്ഷേ ഡോക്ടർ പറയുന്നു, ഇതൊന്നും നിങ്ങൾ കഴിക്കരുത് എന്ന കാരണത്താൽ മാറ്റിവെക്കേണ്ടി വരുന്ന എത്രയെത്ര നിമിഷങ്ങളുണ്ട്. ഒരു യാത്ര പോകണമെന്ന ആഗ്രഹമുണ്ട്, ശരീരം സമ്മതിക്കാത്ത എത്ര രോഗികളുണ്ട്. കിടന്നുറങ്ങാൻ, തലക ചായ്ച്ചുറങ്ങാൻ ഒരു സ്വന്തമായി കൂരയില്ലാത്ത, ഒന്ന്
പൂർണ്ണമായ രൂപത്തിൽ ശരിക്കൊന്ന് കുളിക്കാൻ പോലും കഴിയാത്ത, ബാത്റൂം പോലും ഇല്ലാത്ത എത്ര കുടുംബങ്ങൾ നാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യർ ഓരോരുത്തരും അവനവനെ കുറിച്ച് സ്വന്തമായി ഒന്ന് ചിന്തിക്കണം. ഞാൻ ആരാണ്? ഞാൻ എവിടുന്ന് വന്നു? ഞാൻ എങ്ങോട്ട് പോകുന്നു? ഞാൻ എങ്ങനെ ജീവിക്കണം? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താകണം? ആ ചിന്തകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങുമ്പോഴാണ് മാറ്റമുണ്ടാകുന്നത്. മനുഷ്യൻ ഒരിക്കലും കന്നുകാലികളെ പോലെയല്ല. അവനങ്ങനെ തിന്നും കുടിച്ചും കളിച്ചും രസിച്ചും തീരേണ്ടവനല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ചില മനുഷ്യരുണ്ട്, അവർ ഭൂരിഭാഗം മനുഷ്യർ വലഖദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ഇൻസ് വർഗത്തിലും ജിന്ന് വർഗത്തിലും പെട്ട ധാരാളക്കണക്കിന് ആളുകളതാ നരകത്തിൽ നിറക്കപ്പെടുകയാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുണ്ട്, ചെവിയുണ്ട്, എല്ലാം കേൾക്കാനുള്ള അവസരം അവന്റെ മുമ്പിലുണ്ട്, പക്ഷേ അവനൊന്നും കേൾക്കാൻ സന്നദ്ധനല്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവനതാ കണ്ണുകളുണ്ട്, കാണാൻ കഴിവത്ത നല്ല കണ്ണുകളുണ്ട്, പക്ഷെ അവന് കാണേണ്ടതും പഠിക്കേണ്ടതും അവൻ കാണുന്നില്ല. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഈ സ്വഭാവം വലിയ അപകടമാണ്. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, ഇവർ കന്നുകാലികളെ പോലെയാണ്. ഇവർക്ക് ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ല. തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, ചിരിക്കുന്നു, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. ബൽ ഹും അദൽ, അതിനേക്കാൾ മോശമാണ്. സഹോദരങ്ങളെ, ആലോചിക്കണം. അള്ളാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന അവസരങ്ങൾ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ലഭിച്ചിരിക്കുന്ന നമ്മുടെ കച്ചവടം, അതിന്റെ വരുമാനം, ജോലി, അതിന്റെ വരുമാനം, വീട്, ഭാര്യ, മക്കൾ, കുടുംബം, അങ്ങനെ വാഹനം, എന്തെല്ലാം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, നിങ്ങൾക്ക് അല്ലാഹ് തന്ന നിഅമത്തുകളൊന്ന് എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് എണ്ണാൻ കഴിയാത്ത വിധേനയുള്ള നിഅമത്തുകൾ തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എണ്ണാൻ തീരുമാനിച്ചാൽ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത നിഅമത്തുകളുടെ ഉടമയാണ് ഓരോ മനുഷ്യനും. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇത് കിട്ടിയ മനുഷ്യരെ, ഈ ലഭിച്ച സകല അനുഗ്രഹങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാളുണ്ട്. ഈ തന്നിരിക്കുന്ന നിഅമത്തുകളെല്ലാം തന്നെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. നിനക്ക് കാതുണ്ടായില്ലേ? നീ കേട്ടോ? നിനക്ക് ഹൃദയമുണ്ടായിരുന്നല്ലോ, നീ ചിന്തിച്ചിരുന്നോ? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടത് അതാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവര് നോക്കുന്നില്ലേ ഒട്ടകത്തിലേക്ക്? എങ്ങനെയാണ് ആ ഒട്ടകം മരുഭൂമിയിലെ ജീവിയായി, മരുഭൂമിയിലെ കപ്പലായി രേഖപ്പെടുത്തപ്പെട്ട ആ ഒട്ടകത്തെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ, നോക്കുന്നില്ലേ? എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? വഇലൽ ജിബാലി കൈഫ റുഫിഅത്, പർവ്വതങ്ങളിലേക്ക്, മലകളിലേക്ക്, കുന്നുകളിലേക്ക് അവർ നോക്കുന്നില്ലേ? എങ്ങനെയാണ് അതിനെ ഉയർത്തി വച്ചിരിക്കുന്നത്? വഇലൽ അർളി കൈഫ സുത്തിഹത് വഇലൽ ജിബാലി കൈഫ നുസിബത്, നാട്ടി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിനെ തറപ്പിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇളകാതെ അതിനെ സംവിധാനിച്ചത് എങ്ങനെയാണ്? ഇതൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ? വഫീ അൻഫുസികും ഫലാ തുബ്സിറൂൻ, അവർ നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് നോക്കണേ, അവരത് നോക്കുന്നില്ലേ? ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യൻ അവൻ ആലോചിക്കുന്നില്ലേ അവനെ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്? ഇതൊക്കെ നമ്മളോട് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കണം, ആലോചിക്കണം. എങ്ങോട്ടാണ് ഈ ജീവിതം? അതുകൊണ്ട് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത്, എൻ്റെ ജീവിതത്തെ സംവിധാനിച്ച പടച്ച റബ്ബ്, ഏകനായ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മാലിക്കായ അല്ലാഹു എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞത് എന്തൊക്കെയാ? ചെയ്യാൻ പറഞ്ഞത് എന്തൊക്കെയാ?
ജീവിതത്തിൽ അരുതേ എന്ന് പറഞ്ഞ തിന്മകൾ എന്തൊക്കെയാ, ചെയ്യണമെന്ന് പറഞ്ഞ കൽപ്പനകൾ എന്തൊക്കെയാ, അതവൻ പഠിക്കാൻ തയ്യാറാവണം. അതാണ് ഏറ്റവും വലിയ നന്ദി. ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഇനിയും ധാരാളമായി നിഅമത്ത് തന്നുകൊണ്ടിരിക്കും. വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്, നിങ്ങളെങ്ങാനും നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന താക്കീതുണ്ട്. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. സഹോദരങ്ങളെ, ഇരുമ്പുഴി അങ്ങാടിയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണേ. ഇതൊരിക്കലും ഒരു ആക്ഷേപത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, കുത്തുവാക്കിൻ്റെ, ശകാരത്തിൻ്റെ, തെറിവിളിയുടെ, ഒരു പ്രൗഢി കാണിക്കാൻ വേണ്ടി ആൾക്കൂട്ടത്തിൻ്റെ ഒരു സമ്മേളനമല്ല, മറിച്ചൊരു ഉത്ബോധനമാണ്, ഉണർത്തലാണ്. നമ്മളോട് ഖുർആൻ പറഞ്ഞു, ഫദക്കിരി ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്. നബിയേ, ഖുർആൻ കൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധനങ്ങൾ കൊടുക്കൂ. ഈ ഖുർആൻ കൊണ്ട് താക്കീതുകൾ കൊണ്ട് ജനങ്ങൾക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫദക്കിർ ഇൻ നഫഅതി ദിക്റാ സയദ്ദക്കറു മൻ യഖ്ശാ. ഭയമുള്ള ആളുകൾക്ക്, പടച്ചോനെ പേടിയുള്ള ആളുകൾക്ക് ഉത്ബോധനം കിട്ടിയാൽ അത് ഉപകരിക്കുന്നതാണ്. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഉത്ബോധനം കൊടുക്കുന്ന നബിയെ, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകരിക്കുന്നതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ആ നിയമനിർദ്ദേശങ്ങളെ പാലിക്കാനും പഠിക്കാനും പകർത്താനും വേണ്ടിയുള്ള താല്പര്യമാകട്ടെ ഈ ഒരു സദസ്സ് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണ്, ആരാണവർ, എന്തിനാണ് അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടത്? സഹോദരങ്ങളെ, നമുക്കും നാം വിശ്വസിക്കുന്ന ദീനിനും പ്രതാപവും കരുത്തും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മളൊരിക്കലും നിന്ദ്യരാകണം, അപമാനിതരാകണം എന്നൊരാളും വിശ്വസിക്കാറില്ല. ഒരുപാട് പരീക്ഷണങ്ങളുള്ള ഈ കാലഘട്ടത്തിലും നമ്മുടെ ദീനിനും നമ്മുടെ സ്വന്തത്തിനുമൊക്കെ പ്രതാപമുണ്ടാകണം. എങ്ങനെ സാധിക്കും? നമ്മുടെ മതത്തിനും നമുക്കും ഇസ്സത്ത് അധികരിക്കാൻ എന്താണ് മാർഗം? അതിനുള്ള മാർഗം ഏകനായ റബ്ബിനെ തൗഹീദോടുകൂടെ അനുസരണയോടെ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഈ ഉമ്മത്തിന് ഇസ്സത്ത് വർദ്ധിക്കാനുള്ള കാരണം. കുറെ ആളുണ്ടാവലല്ല, സൈന്യങ്ങൾ ഉണ്ടാക്കലല്ല, നമ്മൾ ഒരുപാട് ആയുധ പരിശീലനങ്ങൾ നടത്തലല്ല ഇസ്സത്തുണ്ടാവാനുള്ള മാന്യത. മറിച്ച് നമുക്കതിനുള്ള കാരണം അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ച പോലെ ഏകനായ റബ്ബിനെ തൗഹീദിലൂടെ ആരാധിക്കാൻ കഴിഞ്ഞാലാണ് നമ്മൾ ശക്തരാകുന്നത്. ശിർക്കിന്റെ ആളുകൾ എല്ലാ കാലത്തും നിന്ദ്യരാണ്, ദുർബലരുമാണ്. ഔന്നിത്യവും ഫദ്ലും ലഭിക്കാൻ റബ്ബ് വെച്ച നിബന്ധന, ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവലാണ് ഫദ്ല് ലഭിക്കാൻ, ഔന്നിത്യം ലഭിക്കാൻ നല്ലത്. കുറെ സാമ്പത്തിക ശേഷി ഉണ്ടായത് കൊണ്ടോ ആയുധശക്തി കൊണ്ടോ ഒരിക്കലും തന്നെ ഇസ്സത്ത് വർദ്ധിക്കൂല. പഠിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സൂറത്തു ആലി ഇംറാൻ 139 പരിശോധിക്കണം. പറയുന്ന ആയത്തുകളും സൂറത്തും പേജ് നമ്പറും ആയത്ത് നമ്പറും ഒക്കെ ഒന്ന് വിശദീകരിക്കുകയാ. സൂറത്തു ആലി ഇംറാനിന്റെ 139 ആയത്ത് ഈ ഉമ്മത്തിനോടാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹിനൂ, നിങ്ങൾ നിന്ദ്യരാവരുത്. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിതരാവരുത്. വഅൻതുമുൽ അലൗൻ, നിങ്ങൾ ഉന്നതരാണ്, നിങ്ങൾ മഹത്തരമുള്ളവരാണ്, നിങ്ങൾ ഔന്നിത്യമുള്ളവരാണ്. എപ്പോൾ? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാകുമ്പോൾ. അടിവര ഇട്ടോ. നിങ്ങൾ പണക്കാരാകുമ്പോഴല്ല, നിങ്ങളുടെ കച്ചവടം സമൃദ്ധിയാകുമ്പോഴല്ല, നിങ്ങൾ ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടാകുമ്പോഴല്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസമുള്ള ആളുകളായി മാറണം. നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ.
ഖിയാമത്ത് നാൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇല്ലാത്തവരും ഉള്ളവരൊക്കെ ഉണ്ടാകാം. എന്താണ് വിശ്വാസം? അൽ-ഈമാനു ബിദ്ഉൻ വസബ്ഊൻ ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഈമാനിന് 70 ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെയല്ലാതെ മറ്റൊരാളും ആരാധിക്കാൻ പറ്റുന്നവനല്ല. ഒരു മഖ്ലൂഖിനെയും ആരാധിക്കൂല, ഒരു മഹാനെയും ആരാധിക്കൂല, ഒരു കല്ലിനെയോ മുരടിനെയോ മൂർഖമ്പാമ്പിനെയോ മരങ്ങളെയോ ഒന്നിനെയും ഞാൻ ആരാധിക്കൂല എന്ന് പറയലാണ്, എന്ന് പ്രഖ്യാപിക്കലാണ് വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. സഹോദരങ്ങളെ, ദീന് എന്ന് പറഞ്ഞാൽ ആ ദീനിൻ്റെ ഏറ്റവും പ്രധാനമാണ് ഒരു മനുഷ്യന്റെ വിശ്വാസം ശരിയാവുക എന്നത്. അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായത് വിശ്വാസകാര്യങ്ങളിൽ ഉന്നതിയിൽ നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത്വരീഖ്, അതിലേറ്റവും താഴെ പടിയിലുള്ള കാര്യം വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ്. അതും ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഘടകമാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജയുണ്ടാവുക എന്നതും ഈമാനിന്റെ ഒരു ശാഖയാണ്. ഈ നിലക്ക് മനുഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് എതിരായി വരുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അതെല്ലാം അവർ ഒഴിവാക്കണം. അത് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തികളെ, വ്യക്തികളെ ആരാധിക്കുകയും പങ്കുചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ മഹാനാശത്തിലാണ്, അപകടത്തിലാണ്. അതേസമയം ഒരു സമൂഹം, ഒരു നാട് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ വലിയ സ്ഥാനങ്ങളാണ്, മഹത്വങ്ങളാണ് കൊടുക്കുന്നത്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും യോജിച്ചു പോകുന്നവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹയാണ് വാഗ്ദാനം തന്നിരിക്കുന്നത്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് നാം പ്രാതിനിധ്യം നൽകുന്നതാണ്. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് പ്രാതിനിധ്യം കൊടുത്ത പോലെ. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, തൃപ്തിപ്പെട്ട ഈ മതത്തിൽ അവർക്ക് സ്ഥാനങ്ങൾ നൽകുകയും അവരുടെ നിർഭയത്വത്തിന് ശേഷം, അവർക്ക് ഖൗഫിന്റെ ഭയപ്പാടിന് ശേഷം നിർഭയത്വത്തെ അല്ലാഹു തആല കൊടുക്കുകയും ചെയ്യുന്നതാണ്. എപ്പോഴാ? യഅബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ, അവർ എന്നെ ആരാധിക്കുകയും എന്നിൽ ഒന്നിനോടും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ. എന്നെ ആരാധിക്കുക, എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്താൽ, വമൻ കഫറ ബഅദ ദാലിക്, ആരെങ്കിലും അതിനുശേഷമായി കാഫിറായി കഴിഞ്ഞാൽ, നിഷേധിയായാൽ, ഫൗലായിക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് അധർമ്മകാരികൾ. ഈ വിശ്വാസരംഗത്ത് പറ്റുന്ന അബദ്ധങ്ങളാണ് മനുഷ്യരെ എല്ലാ കാലഘട്ടത്തിലും ഒരാളുടെ ജീവിതത്തെ, നാടുകളെ ബാധിക്കുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ. സൂറത്തു അൻആമിന്റെ 82 മുതലുള്ള ആയത്തുകൾ ഒന്ന് തുറന്നു വായിക്കണം നമ്മൾ. അൻആമിന്റെ 82-ാമത്തെ ആയത്ത് മുതൽ അങ്ങ് ഓതിക്കഴിഞ്ഞാൽ, ഒരു പേജ് മുഴുവനായി ഓതിക്കഴിഞ്ഞാൽ 18ഓളം നമ്പിയാക്കന്മാരുടെ പേരെടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഒറ്റ പേജ്. ആ പേജിൽ 18ഓളം നബിമാരുടെ പേര് പറയുന്നുണ്ട്. അതിന്റെ പേജിന്റെ തുടക്കം ഇങ്ങനെയാണ്: അല്ലദീന ആമനൂ,
അവർ ശരിയായ വിശ്വാസമുള്ളവരാണ്. വലം യൽബിസു ഈമാനഹും ബിളുൽം, അവരുടെ വിശ്വാസത്തിൽ ഒരു അനീതിയും ഒരു അക്രമവും ഒരു പാപവും കലർന്നിട്ടില്ലാത്തവരാണ്, വിശ്വാസം ശരിയായവരാണ്. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം നേടിയെടുത്തവര്. വിശ്വാസം ശരിയായവരാണ് സന്മാർഗം നേടിയെടുത്തവർ. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ശരിയായ ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. അതാണല്ലോ ബദരീങ്ങൾ എന്ന് വിളിക്കുന്ന ശ്രേഷ്ഠരാക്കപ്പെട്ട ആ ഔലിയാക്കന്മാര്. വലിയ സംഘത്തോട് പോരടിച്ചിട്ടും ചെറിയ ദുർബലരായ സംഘം വിജയിച്ചതെങ്ങനെയാ? ഹുനൈനിൽ എങ്ങനെയാ മുസ്ലിമീങ്ങൾക്ക് സഹായം കിട്ടിയത്? ഖന്തക്കിൽ എങ്ങനെയാ മുസ്ലിമീങ്ങൾ ജയിച്ചത്? അവിടെ അമ്പിയാക്കന്മാരുടെ നേതാവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നൂറ്റാണ്ടിലെ ഈ തലമുറയിലെ ഈ ഉമ്മത്തിലെ ഉത്തമരായ സ്വഹാബത്ത്, അവരെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ എന്നാണ്. ബദറിലും ഖന്തക്കിലും ഹുനൈനിലും വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അവരൊരിക്കലും വേറെ ഒരു നബിനോട് പ്രാർത്ഥിക്കാൻ പോയില്ല. വേറെ ഏതെങ്കിലും ഒരു മഖ്ലൂഖിനോട്, മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ വ്യക്തികളോട് പ്രാർത്ഥിക്കാൻ പോയില്ല. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, ഞങ്ങൾ മഹാന്മാരോട് പ്രാർത്ഥിക്കല്ല, ഞങ്ങൾ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കല്ല, ഞങ്ങളൊക്കെ ഇസ്തിഗാസ നടത്തുകയാണെന്നാ പറയുന്നത്. എന്നാൽ ബദരീങ്ങൾ ആരോട് ഇസ്തിഗാസ നടത്തി? റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കിന് മാലാകമാരെ തുടരെ തുടരെ അയച്ചുകൊണ്ട് നാം ഉത്തരം നൽകി. അവരുടെ വിശ്വാസം അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഞങ്ങളുടെ പ്രാർത്ഥന ഏത് കോണിൽ വെച്ച് പ്രാർത്ഥിച്ചാലും കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുന്നത് അല്ലയാണ്. ലോകം നിയന്ത്രിക്കുന്നത് അല്ലയാണ്. മരണമില്ലാത്ത ഉറക്കമില്ലാത്തവൻ അല്ലയാണ്. രോഗത്തിന് ശിഫ നൽകുന്നത് അല്ലയാണ്. ഈ ശരിയായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അമ്പിയാക്കന്മാരുടെ നേതാവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയോട് ഉറക്കെ പറയാൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയണം, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ആലോചിക്കണം. നമ്മളൊക്കെ എന്താ പറഞ്ഞത്? ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിക്കും, നിങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾ എല്ലാ ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കും, സങ്കടം പറയും, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്കല്ല പ്രശ്നം, അവനവന് തന്നെയാണ് പ്രശ്നം. നാട്ടുകാർക്കല്ല പ്രശ്നം, സ്വന്തത്തിനാണ് പ്രശ്നമുണ്ടാകുന്നത്. നമ്മുടെ നേതാവ് പറഞ്ഞ വാക്ക് നോക്കൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. അത് ഇബ്ലീസിന്റെ വാദമല്ല, അത് പുത്തൻ വാദമല്ല, അത് പിഴച്ച വാദമല്ല. അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് നബി പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ആ വിഷയത്തിൽ ഒരാളോടും പങ്കു ചേർക്കുകയില്ല. ഈ നാട്ടിലെ ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കുക, ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. ഉറങ്ങാത്ത, മയങ്ങാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ അല്ലാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരാൾ പുത്തൻവാദിയാകുന്നത്? ഒരാൾ എങ്ങനെയാ പിഴച്ച വാദക്കാരനാകുന്നത്? ഖുർആനാണ് പറയുന്നത്,
അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്ത് പറഞ്ഞാലും ശരി, ലാ തഖൂമുസ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ. അവസാന കാലഘട്ടം എത്തുമ്പോൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകളുണ്ടാകും, അവർ മുശ്രിക്കീങ്ങളോട് ചേരുന്നവരായിരിക്കും. സ്വഹീഹുൽ ജാമിഇൽ വന്ന ഹദീസാണ്, സൗബാൻ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില വിഭാഗമുണ്ടാകും, മുശ്രിക്കീങ്ങളോട് അവർ ചേരും, അതേ പണി അവർ ചെയ്യും. ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ-ഔസാൻ, വിഗ്രഹങ്ങളെ വരെ ആരാധിക്കുന്ന ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ നിന്ന് അവസാന കാലഘട്ടത്തിലുണ്ടാകും. വിശ്വാസത്തിൽ അത്ര വലിയ അബദ്ധങ്ങൾ, അപരാധങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ശരിയെന്നതല്ലേ എന്ന് ആലോചിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് മാത്രമാണോ പോകുന്നത്? നമ്മുടെ പ്രതീക്ഷകൾ അള്ളാഹുവിലേക്ക് മാത്രമാണോ പോകുന്നത്? ലോകം നിയന്ത്രിക്കുന്നത് അള്ളയാണ് എന്ന് പറയുന്ന നാവുകൊണ്ട് കോഴിക്കോട് മരിച്ച് മറവ് ചെയ്ത ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇരുമ്പുഴിക്കാരെ, നമ്മൾ എന്തിനൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, എന്തൊക്കെ സമരം നടത്തുന്നു, നമ്മുടെ നാവ് കൊണ്ടൊരു സംസാരമുണ്ടായോ? ഇത് ശരിയല്ല, ഇതൊരു യഥാർത്ഥ വിശ്വാസമല്ല, ഇത് ഞാൻ അംഗീകരിക്കൂല എന്ന് പറയാൻ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും പതാകവാഹകന്മാർക്ക് പറ്റിയോ? 25 വർഷമായി സന്താനമില്ലാതെ അള്ളാഹുവിനോട് ഒരാളങ്ങ് പ്രാർത്ഥിച്ചു, 25 കൊല്ലമായി സന്താനം കിട്ടിയില്ല. അവസാനം CM മടവൂരിനോട് പ്രാർത്ഥിച്ചപ്പോൾ സന്താനമുണ്ടായി. അഥവാ 25 കൊല്ലം അള്ളാഹ്ക്ക് കഴിയാത്തത് CM മടവൂരിന് കഴിഞ്ഞു എന്ന് പ്രസംഗത്തിൽ യൂട്യൂബിൽ അതാ കിടക്കുകയാണ്. ഈ ലോകത്തോടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ CM മടവൂര് ഉറങ്ങുകയാണെന്ന് നിങ്ങളങ്ങ് വിചാരിക്കണം. ഈ ലോകത്തൊരു ഇല ഒഴിയുന്നുണ്ടെങ്കിൽ അത് CM മടവൂര് അറിയുമെന്ന എല്ലാം അവിടെ നിന്നാണ് പാട്ടുകളിലൂടെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ഉങ്കള തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ, നിങ്ങളല്ലാതെ ഞമ്മക്കൊരു തുണല്ല. ഈ അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെട്ടു, വിശ്വാസപരമായ അബദ്ധങ്ങളിലേക്ക് കയറി വന്നു. രോഗം മാറ്റാൻ, മനുഷ്യരെ പടക്കാൻ, മരിപ്പിക്കാൻ, ജീവിപ്പിക്കാൻ ആർക്ക് കഴിയും? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു പ്രസ്ഥാനത്തിന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആനിന്റെ ശുഅറാ സൂറത്ത് മറിച്ചോ 78-ാമത്തെ ആയത്ത് വായിച്ചു നോക്കിക്കോ. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീ, അള്ളയാണ് എന്നെ പടച്ചത്, അവനാണ് എനിക്ക് മാർഗം കാണിച്ചു തരുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, അവനാണ് എന്നെ കുടിപ്പിക്കുന്നത്. എല്ലാം അള്ളയാണ്, ഒരു സൃഷ്ടിയെ പേര് പറഞ്ഞിട്ടില്ല. വഇദാ മരിദതു, എനിക്ക് രോഗം വന്നാൽ ഫഹുവ യശ്ഫീൻ, രോഗം മാറ്റുന്നതും അവനാണ്. പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസം നമുക്കുണ്ടോ? നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളാക്കി മാറ്റാൻ പറ്റും. അമ്പിയാക്കന്മാരുടെ വിശ്വാസ ആചാരങ്ങൾ കൊണ്ട് നടക്കണം. ഖൈറുൻ നാസി ഖർനി എന്ന് വിശേഷിപ്പിച്ച സ്വഹാബത്തിന്റെ താബഈങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരണം. എന്നിട്ട് നല്ല ഈമാനോടെ ജീവിച്ച് യഥാർത്ഥ അഖീദ പഠിച്ചു മനസ്സിലാക്കിയിട്ട് മരണത്തിന് മുമ്പേ വരാനിരിക്കുന്ന പരലോകത്തിനു വേണ്ടി, സുഹൃത്തുക്കളെ, പ്രസ്ഥാനത്തിന്റെ സാരഥികൾ വരൂല, ബാപ്പ വരൂല, ഉമ്മ വരൂല, പ്രിയപ്പെട്ട കച്ചവടക്കാരെ, നമ്മുടെ കസ്റ്റമേഴ്സ് വരൂല, എത്ര സമ്പന്നനാണെങ്കിലും ഒരാളും വരാതെ കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഒറ്റക്ക് വരുന്ന ഒരു നാള് വരാനുണ്ട്. അവിടെ രക്ഷപ്പെടാൻ, അവിടെ അത്താണി ലഭിക്കാൻ, അവിടെ അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കുന്ന ലോകമാണ്. ഒരാളുടെയും തട്ടിപ്പിലും വഞ്ചനയിലും ചൂഷണത്തിലും പെടാതെ പഠിക്കാൻ സന്നദ്ധരാകണം. ഇസ്ലാമിൻ്റെ പൂർത്തീകരണമായി അവസാനം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സന്ദേശങ്ങളിലൂടെ യഥാർത്ഥ വിശ്വാസം എന്ത്, ആചാരമെന്ത്, അനുഷ്ഠാനങ്ങൾ എന്ത് എന്ന് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് നമുക്ക്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻആമിന്റെ 82 മുതലുള്ള ആയത്തുകളിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ പരിചയപ്പെടുത്തി. അവരെ പറ്റി പറഞ്ഞു, കുല്ലും മിനസ് സാലിഹീൻ. ആ നബിമാരൊക്കെ നല്ല സ്വാലിഹീങ്ങളായിരുന്നു. വകുല്ലം ഫളൽനാ ബഅദഹും അലാ ബഅദ്. ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത കൊടുത്തവരാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഈ അമ്പിയാക്കന്മാരെ പോലെയുള്ള മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം അതുപോലെ നൽകുന്നതാണ്. ഉലൈകല്ലദീന ഹദല്ലാഹ്. ഈ അമ്പിയാക്കന്മാരെല്ലാം അല്ലാഹുവിൻ്റെ സന്മാർഗം നേടിയവരാണ്. ഫബിഹുദാഹു മുഖ്തദി. അവർ നേടിയ സന്മാർഗത്തിലൂടെ നിങ്ങളും അവരെ പിൻപറ്റി ജീവിക്കണേ. 18ഓളം നബിമാരുടെ പേരെടുത്ത് വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, നിങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ മാർഗത്തിലേക്ക് വരണം. ആ ജീവിത മാർഗമാണ് യഥാർത്ഥ വിജയത്തിൻ്റെ മാർഗം. അവരിലേക്ക് വന്ന അമ്പിയാക്കന്മാരുടെ ചരിത്രത്തെ വിശദീകരിക്കണമല്ലോ നമ്മൾ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ സ്വർഗീയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നൊരു പ്രത്യേക സാഹചര്യത്താൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിർദ്ദേശം കൊടുത്തു, ഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ. എന്നിൽ നിന്ന് ഭൂമിയിലേക്ക് സന്മാർഗം വന്നുകൊണ്ടിരിക്കും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ സന്മാർഗം പഠിച്ച് മനസ്സിലാക്കി സ്വീകരിച്ചാൽ പിന്നെ ഒരാൾക്കും പേടിക്കാനില്ല, വിഷമിക്കാനില്ല, നിരാശനാകേണ്ടി വരൂല. ആ സന്മാർഗം എല്ലാ അമ്പിയാക്കന്മാർക്കും വഹിയിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് തൗറാത്തായി, ഇഞ്ചീലായി, സബൂറായി, അവസാനം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലൂടെയും അത് വന്നിട്ടുണ്ട്. ആ അമ്പിയാക്കന്മാരുടെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ പശ്ചാത്തപിക്കേണ്ടുന്ന, തൗബ ചെയ്യേണ്ടുന്ന ഘട്ടം വന്നു. ആരോടാ പ്രാർത്ഥിച്ചത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ. റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ തന്നെ അക്രമം ചെയ്തു പോയി. ഞങ്ങൾക്ക് നീ പൊറുത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിലാകും. ആദിമ മനുഷ്യനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും തൻ്റെ ഇണയും തമ്മിൽ പ്രാർത്ഥിച്ചത് റബ്ബനാ എന്നായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ മനുഷ്യർ എന്ന നിലക്ക് നമ്മളൊക്കെ അല്ലാഹു അല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാറില്ല. എന്നാൽ ചിലർ അവരുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എവിടുന്നെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയായി കിട്ടണം, ആരെ വേണമെങ്കിലും വിളിക്കും, എന്ത് വേണമെങ്കിലും അവർ ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അമ്പിയാക്കന്മാർ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോഴെന്താ ചെയ്തത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വായ്ക്കകത്ത്, സമുദ്രത്തിൻ്റെ ഇരുട്ടിൽ, രാത്രിയുടെ ഇരുട്ടിൽ, 3 ഇരുട്ടിൻ്റെ ഉള്ളിൽ അകപ്പെടുകയാണ്. ഒരു മനുഷ്യന് പോംവഴിയായി രക്ഷാമാർഗമില്ലാതിരിക്കുകയാണ്. ആ സമുദ്രത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് എന്താ പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ. യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീയല്ലാതെ ഇലാഹില്ല, തെറ്റു ചെയ്തത് ഞാനാണ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ ചെയ്തത്. അല്ലാഹുവോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജബ്നാ ലഹു, നാം ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്തു കൊടുത്തു. വകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹം അനുഭവിച്ച പ്രയാസം നാം നീക്കിക്കൊടുത്തു. യൂനുസ് നബി അലൈഹിസ്സലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ചില്ല. വേറെ ഏതെങ്കിലും ഒരു നബിന്റെ പേര് വിളിച്ചുകൊണ്ട് രക്ഷ വേണ്ടിയിട്ട് തേടിയിട്ടില്ല. അള്ളാഹുവിനോടാണ് സങ്കടങ്ങൾ പറഞ്ഞത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്, സക്കരിയ നബി അലൈഹിസ്സലാമിന് സന്താനങ്ങളില്ലാതെ വിഷമിച്ച ഘട്ടങ്ങളുണ്ടായി. എത്രയോ സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്താനത്തിന് വേണ്ടി കൊതിക്കുന്ന എല്ലാ മനുഷ്യർക്കും സ്വാലിഹീങ്ങളായ സൽഗുണ സമ്പന്നരായ സന്താനങ്ങളെ നൽകണേ റബ്ബേ. ആ അമ്പിയാക്കന്മാർ 2 പേരും പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, റബ്ബേ
സാലിഹീങ്ങളായ സന്താനത്തെ തരണേ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. വിശിഷ്ട ഗുണങ്ങളുള്ള സന്താനങ്ങളെ തരണേ. അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ചു. ഇത് അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും മാതൃകയാണ്. ജീവിത പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കേണ്ടത് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നു അള്ളാഹുവിനോടാണ്. അമ്പിയാക്കന്മാര് മുഴുവൻ അവർ അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ നീണ്ട 30 വർഷക്കാലം ജീവിച്ച യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന പൊന്നുവാപ്പ, പ്രിയപ്പെട്ട വാപ്പാന്റെ കണ്ണുനീരിന്റെ കണക്കുകൾ നോക്കണം. കണ്ണിന്റെ അവസ്ഥകൾ മാറുകയാണ്. ജീവിതത്തിലേറെ വിഷമിച്ച നാളുകളാണ്. എന്നിട്ടും അതാ ഒരു ജാറം തേടിപ്പോയില്ല, ഒരു മക്ബറ തേടിപ്പോയില്ല, ഒരു മഹാന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു ഏലസ് കെട്ടിയില്ല, ഒരു ചെരട് വാങ്ങി പൂജിക്കാൻ പോയില്ല. ഖാല ഇന്നമാ അഷ്കൂ ബസീ വഹ്സിനി ഇലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, പഠിക്കണം നമ്മൾ. അമ്പിയാക്കന്മാരുടെ ജീവിത പ്രതിസന്ധി വന്നപ്പോ എന്തിലാണ് അഭയം പ്രാപിച്ചത്? ഇന്നമാ അഷ്കൂ ബസീ വഹ്സിനി ഇലല്ലാഹ്. അർത്ഥം പഠിച്ചോ? ഞാൻ എൻ്റെ ആവലാതി, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ അള്ളാഹുവിലേക്ക് ഇതാ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ നേതാവ്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ വേളയിൽ ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ. അല്ലാഹുവേ, ഇതിൽ ഹഖാരാണെങ്കിൽ അതിനെ വിജയിപ്പിക്കണേ. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ശൈനൈ കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 100 കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ഈ പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോടായിരുന്നു. എന്തുകൊണ്ടാ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്തത്? വേറെത്ര നബിമാരുണ്ടായിരുന്നു മേലെ? ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി ഇല്ലേ? ഇസ്മായിൽ നബി അവിടെ ഇല്ലേ? അവരൊക്കെ ജീവിച്ച മക്കയിലൂടെ തന്നെയല്ലേ നബി ജീവിച്ചത്? എന്നിട്ട് എപ്പോഴെങ്കിലും ഇബ്രാഹിം നബിയേ, എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ സിയാറത്ത് ടൂറുകളായി പോകുന്ന ആളുകൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യരോടാണ്, ഉപ്പാപ്പാ ഞങ്ങളെ രക്ഷിക്കണം, ഉപ്പാപ്പാ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ മരണം വരെ നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവണം, ഇവിടെ വീണ്ടും വീണ്ടും വരാൻ നിങ്ങൾ സഹായിക്കണം. എല്ലാതും ഉപ്പാപ്പാനോടാ പ്രാർത്ഥിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പറഞ്ഞല്ലോ, വഅന്നൽ മസാജിദ ലില്ലാഹ്. എല്ലാ പള്ളികളും അതാര് നടത്തിയാലും, ആര് കൊണ്ട് നടന്നാലും, ആര് കയറ്റിയാലും ശരി, പള്ളികൾ അള്ളാഹ്ക്ക് വഖഫുള്ളതാണ്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ളതാ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹുവോടൊപ്പം വേറെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. സൂറത്തുൽ അഹ്കാഫ് വായിച്ചോ? ഈ നാട്ടിലെ ഒരു മനുഷ്യനങ്ങ് പറയാണ്, ഞാൻ എൻ്റെ എല്ലാ ഘട്ടത്തിലും പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോടാണ്, എൻ്റെ ഇസ്തിഗാസയും എൻ്റെ തവസ്സുലുമൊക്കെ അള്ളാഹുവിനോടാണ് എന്നൊരാൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആളുകൾ പറയും അവൻ പിഴച്ചോനാണ്, അവന് പുത്തൻവാദിയാണ്. എന്നാ ഖുർആൻ പറയുന്നു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ ആരെങ്കിലും അള്ളാഹുവിനെ പുറമെയുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവനേക്കാൾ പിഴച്ചവൻ ആരുണ്ട്? ഖുർആൻ പറയാ, അവനേക്കാൾ പിഴച്ചവൻ ആരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ വിളിച്ചാൽ ഉത്തരം കിട്ടാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട്? സൂറത്തുൽ അഹ്ഖാഫാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനാകണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം നമ്മളോട് ആണയിട്ട് ആവർത്തിച്ച് പറയുന്ന വിഷയം അതല്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പതാകയും വന്ന ആളുകളാണോ? അവരേതെങ്കിലും പാരമ്പര്യമായി കൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകളെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ ഇതാ ഉലമാക്കന്മാർ, ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ പറയാഹും അസ്ഹാബുൻ നബി വഅസ്ഹാബുസ് സ്വഹാബ വത്താബിഊന ലഹും ബിഇഹ്സാൻ. റസൂലിനെ പിൻപറ്റിയവരാണ്, സ്വഹാബത്തിനെ പിൻപറ്റിയവരാണ്, താബിഈങ്ങളെ പിൻപറ്റിയവരാണ്. വകുല്ലു മൻ ഇൽതസമ ബിമൻഹജിഹിം. അവർ ജീവിച്ച ജീവിത മാർഗത്തിലൂടെ ജീവിച്ചവർക്കാണ് അഹ്ലുസുന്ന എന്ന് വിളിക്കുക. വഖ്തദാ ബിഹിം. അവരെ പിൻപറ്റിയവർക്കാണ്.
അതുപോലെ തന്നെ വത്തബിഅ സബീലഹും മിനൽ മുഅ്മിനീൻ, ആ മാർഗത്തിൽ മുഅ്മിനീങ്ങളായി കടന്നു വന്നവരാണ്. അൽ മുത്തമസ്സികീന ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ആ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ നിലപാട്, വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ ആരാണോ പിൻപറ്റുന്നത്, 4 ആളുള്ളൂ, 3 ആളുള്ളൂ, 2 ആളുള്ളൂ, എത്ര ചെറുതാണെങ്കിലും അവരാണ് അഹ്ലുസുന്ന. അവരെ പേര് വിളിക്കുമ്പോൾ അഹ്ലുൽ ഹദീസ് എന്ന് വിളിക്കാം, അഹ്ലുൽ അസ്രി വസ്സുന്നത്തി സ്വഹാബത്തി എന്ന് വിളിക്കാം, ഫിറഖത്തുൻ നാജിയ എന്ന് വിളിക്കാം, ത്വായിഫത്തുൽ മൻസൂറ എന്നൊക്കെ അവർ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ബനൂ ഇസ്രായേലുകാര് 73-71 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് വതഫ്തരിഖു ഉമ്മതി അലാ 73 ഫിറഖ, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും ശരിയാ, എല്ലാവരും ശരിയാ. എന്തിനാ ഞങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ, എന്തിനാ ഞങ്ങളിങ്ങനെ കുറ്റം പറയണേ? എല്ലാവരും ശരിയല്ലേ? എല്ലാവരും ശരിയല്ല. കുല്ലുഹും ഫിന്നാർ, എല്ലാ കക്ഷികളും പിഴവിലാണ്, നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു ഒറ്റ സംഘമൊഴികെ, ഒരു വിഭാഗം ഒഴികെ. അത് നമ്മൾ ആരും സർക്കുലർ ഇറക്കേണ്ടതില്ല. സ്വഹാബത്ത് ചോദിച്ചു, മൽ വാഹിദ, ഏതാണ് നബിയെ ആ ഒറ്റ സംഘം ഏതാണ്? മാ അന അലൈഹിൽ യൗമ വ സ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗത്തിൽ ആരാണോ ജീവിക്കുന്നത് അവരായിരിക്കും അത്. സ്വഹാബത്തിന്റെ വിശ്വാസം, നബിന്റെ വിശ്വാസം, താബിഈങ്ങളുടെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, സ്വഭാവം, അതാരാണോ കൊണ്ട് നടക്കുന്നത് അവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് വിളിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് വരും. മനുഷ്യർ വരുന്ന സമയത്ത് യൗമ തബിയല്ലു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുത്ത് പ്രശോഭിതമായി നിൽക്കുന്ന മുഖങ്ങളാണ്. വേറെ ചില മുഖങ്ങളുണ്ട് കറുത്തി ഇരുണ്ട മുഖമായി പേടിച്ച് ഭയത്തോടെയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ആ വെളുത്ത് പ്രശോഭിച്ച് നല്ല സുന്ദരമായി വർണ്ണച്ചിറകുകളോടെ ജീവിക്കുന്ന പോലെ തോന്നുന്ന സന്തോഷമുകുളങ്ങളായി കിടക്കുന്നവരില്ലേ, ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലുസുന്ന. ആ ഇരുണ്ട മുഖവുമായി പേടിച്ച് ജീവിക്കുന്നവരില്ലേ, ഹും അഹ്ലുൽ ബിദ്അത്തി, ഹും അഹ്ലുൽ ബിദ്അത്തി, അവരാണ് ബിദ്അത്തിന്റെ, വല്ലലാലതി, പിഴവിന്റെ ആളുകൾ അവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖൈറുന്നാസി ഖർനീ, സുഹൃത്തുക്കളെ, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒതുങ്ങുന്നവരല്ല, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ ഒതുങ്ങുന്നവരല്ല, ഏതെങ്കിലും ഒരു കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ടവരല്ല. ഖൈറുന്നാസി ഖർനീ, ഉത്തമരായ തലമുറ എന്ന് പറഞ്ഞാൽ എൻ്റെ നൂറ്റാണ്ടാണ്, അന്ന് 14 നൂറ്റാണ്ട് മുമ്പ്. അവരാണ് ഖൈറുന്നാസ്, അവരാണ് ഏറ്റവും ഉത്തമർ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ മാർഗത്തിലൂടെ സ്വീകരിച്ച് ജീവിച്ചവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ 3ാമത്തെ തലമുറയാണ്. നബിതങ്ങൾ പഠിപ്പിച്ച ആ 3 തലമുറയിലെ ഉമ്മത്തില്ലേ, അവരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട നിലപാട് അവരാണ്. ആ നിലപാട് ജീവിച്ച ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും, എല്ലാ കാലത്തും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്, എല്ലാ കാലത്തിലും എൻ്റെ ഉമ്മത്തിൽ കുറഞ്ഞവരെങ്കിലും ഉണ്ടാകും. അവരുടെ പ്രത്യേകത ഹക്കിൽ അടിയുറച്ചവരായിരിക്കും. പാരമ്പര്യമല്ല, ഭൂരിപക്ഷമല്ല, സുഹൃത്ത് വലയങ്ങളല്ല, വാപ്പകാരണവന്മാരല്ല, ഏതെങ്കിലും ആളുകളോ ഏതെങ്കിലും ത്വരീഖത്തോ ഏതെങ്കിലും മാർഗമല്ല. ഹക്ക് എവിടെയാണോ, അഹ്ലുസുന്ന പഠിപ്പിച്ചത് എവിടെയാണോ അതിൽ മുറുകെ പിടിക്കുന്ന ഒരു ചെറിയ ജനവിഭാഗം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനി പഠിക്കൂ പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ 1ാമത്തെ പ്രമാണം ഏതാ? നാട്ടാചാരമാണോ?
കാലങ്ങളായി ചെയ്തതാണോ? ഏതെങ്കിലും ഒരു മഹാൻ പറഞ്ഞതാണോ? ഒന്നാമത്തെ പ്രമാണം അൽ ഖുർആൻ, വിശുദ്ധ ഖുർആനാണ്. ആരെ ഖുർആൻ? എല്ലാവരുടെ കയ്യിലുള്ള ഖുർആൻ, എല്ലാവരുടെ കൈകളിലുമുള്ള, ഇന്നും സുഭദ്രമായി തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാതെ പ്രവചനങ്ങൾ സത്യമായി പുലരുന്ന ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഖുർആൻ, സത്യത്തിലേക്ക് നയിക്കുന്ന ഹക്കായ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കെല്ലാം സന്മാർഗം കൊടുക്കുന്ന ഗ്രന്ഥം. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശമനം നൽകുന്ന ഗ്രന്ഥം. മൗഇദത്തുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഉപദേശം. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ജനങ്ങൾക്ക് സന്മാർഗമായി അല്ലാഹ് ഇറക്കിത്തന്ന വഹിയിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. അൽ ഖുർആനു കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാ, അല്ലാഹുവിന്റെ സംസാരമാണ്. ഹുദൽ ലിന്നാസ്, ഇരുമ്പുഴിയിലെ മുസൽമാനും ക്രൈസ്തവനും യഹൂദിക്കും നസ്രാനിക്കും ഹിന്ദുവിനും എല്ലാവർക്കും പഠിക്കാനും പകർത്താനുമുള്ള ഗ്രന്ഥമാണ്. ഇത് മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് ആ ഖുർആൻ 20-ലേറെ സ്ഥലത്ത് വിളിച്ചത് യാ അയ്യുഹന്നാസ്, മനുഷ്യരേ. പഠിച്ചോ? പരിഭാഷകൾ ആവശ്യമുള്ളവർ സംഘാടകരുമായി ബന്ധപ്പെടണം, തുറന്നു വെക്കണം, ഇത് വായിക്കണം, പഠിക്കണം. അതിനാണല്ലോ വിശുദ്ധ ഖുർആൻ നമുക്ക് മാർഗം നൽകിയത്. ഒരക്ഷരം ഓതിയാൽ കൂലി കിട്ടുന്ന ഏക ഗ്രന്ഥം ഇന്നുള്ളത് ഖുർആനാണ്. കേട്ടാൽ റഹ്മത്ത് കിട്ടുമെന്ന് പറഞ്ഞത് ഖുർആനാണ്. ഫഖ്റഊ മാ തയസ്സറ മിൻ, നിങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ നിങ്ങൾ ഓതണം എന്ന് പറഞ്ഞത് ഖുർആനാണ്. 14 നൂറ്റാണ്ട് പഴകിയിട്ടും ഒരിക്കലും അത് മാറ്റേണ്ടി വന്നിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ കലവറയാണ് ഖുർആൻ. ആ ഖുർആനിനെ പഠിക്കണേ, പകർത്തണേ എന്നാ നമ്മൾ പറഞ്ഞത്. എന്നാൽ പുരോഹിതന്മാർ ഇതിന്റെ തുടക്കം മുതൽ കേരളത്തിലടക്കം പറയാൻ തുടങ്ങി, ഖുർആൻ അങ്ങനെ സാധാരണക്കാർ പഠിക്കരുത്. ഇത് സാധാരണക്കാർ പഠിച്ചാൽ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് നീന്താൻ അറിയാത്തവൻ ഇറങ്ങിയ പോലെ ഖുർആനൊക്കെ സാധാരണക്കാർ പഠിച്ചാൽ അവരാകെ മുങ്ങിപ്പോകും. വേണമെങ്കിൽ അൽ ഫാത്തിഹ മാത്രം പഠിച്ചാൽ മതി, അതും അർത്ഥം പഠിക്കരുത്. ഇന്നും അതല്ലേ കോലം. എത്ര ആളുകൾക്കാണ് ധൈര്യസമേതം ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പറയാൻ പറ്റുക? ഏത് ആള് പുറത്തിറങ്ങുമ്പോഴും, കല്യാണ വീട്ടിലും മരണ വീട്ടിലും, ജനിച്ചാലും പ്രസവിച്ചാലും അൽ ഫാത്തിഹ. ശരി, ഈ അൽ ഫാത്തിഹയുടെ അർത്ഥം നാട്ടിലെ എത്ര സാധാരണക്കാർക്ക് പറയാൻ ധൈര്യമുണ്ട്? എല്ലാ മരിച്ചിടത്തും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തു യാസീൻ ഉണ്ടല്ലോ. ഖുർആൻ നല്ലത് തന്നെയാണ്, യാസീനിന് പോരായ്മയൊന്നുമില്ല. പക്ഷേ ഇത് മരിച്ചയിടത്ത് ഓതിക്കൊടുക്കാനുള്ളതാണോ? യാസീൻ സൂറത്ത് പറയുന്നു, ലിയുൻദിറ മൻ കാന ഹയ്യാ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. ആരോട് പറയാൻ? ഇതൊന്ന് തുറന്ന അർത്ഥം വെച്ചാലല്ലേ. മരിക്കോളം ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഖുർആൻ. ഓതണം. അതിൻ്റെ എത്ര ആളുകൾക്ക് അർത്ഥം അറിയാൻ പറ്റും? യാസീനിന്റെ അർത്ഥം പഠിച്ചാൽ എന്തെല്ലാം ജീവിത വിശുദ്ധകരമായ സ്വർഗത്തിന്റെ നരകത്തിന്റെ വർണ്ണനകളുള്ള ഒരുപാട് ചരിത്രങ്ങൾ കടന്നു വന്ന ഒരു സൂറത്താണല്ലോ എങ്കിൽ അതിൻ്റെയെങ്കിലും അർത്ഥമൊന്ന് പഠിച്ചവരാണോ നമ്മൾ? ഇല്ല. പകരം അന്ന് കേരളത്തിലുണ്ടായിരുന്ന പുരോഹിതന്മാർ ഇത് പഠിക്കരുത്, ഇത് ഓതരുത് എന്ന് പറഞ്ഞിട്ട് പകരം അവരുടെ കൈകളിലേക്ക് പക്ഷിപ്പാട്ട്, കിളിപ്പാട്ട്, മാലപ്പാട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതോതിയാ മതി, എല്ലാ ബർക്കത്തും എല്ലാ റഹ്മത്തും ഇതുമ കിട്ടും. മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മൊഴിയൊന്നും കൂടാതെ, തെറ്റുകൂടാതെ, പിളയൊന്നും കൂടാതെ, തെറ്റില്ലാതെ, അക്ഷരത്തെറ്റില്ലാതെ മുഹിയദ്ദീമാല വീട്ടിലോതിക്കോളിയും, സ്വർഗത്തിൽ മാളിക കിട്ടും. പിന്നെ ആർക്ക് വേണം ഖുർആൻ? ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ തെറ്റുകൂടാതെ കൊണ്ട് ഓതിയ മാളിക തരാന്ന് പറഞ്ഞു? ഖുർആൻ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ പോരിശയാണ് ഖുതുബിയത്ത് ഓതാൻ പോകുന്ന ആളുകളോട് ചോദിക്ക്. ഒതുണ്ടാക്കിയിട്ട് 12 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് ഖുതുബിയത്ത് ഓതാൻ പോകുന്നത്. ഖുർആനോ? അത് ഓതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മജ്ലിസുന്നൂറും മഹ്ദറത്തുൽ ബദരിയൊക്കെ ഉണ്ടായാൽ മതി. ഖുതുബിയത്ത് ഓതുമ്പോഴോ 12 റക്അത്ത് നമസ്കരിച്ചിട്ട് നല്ല നിയ്യത്തോടെ, ആ നല്ല ശുദ്ധിയോടെ
പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് എന്താ വിളിക്കേണ്ടത്? യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു. സുഹൃത്തെ, ഒരു 10 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അല്ലാ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് ഈമാനുണ്ടടാ? ഉണ്ടോ? നീ 1000 വട്ടം ഷെയ്ഖ് മുഹയ്യദ്ദീൻ തങ്ങളെ വിളിക്കുന്നു. ആ തങ്ങൾ പോലും പഠിപ്പിച്ചത് അള്ളയാണ് ഖാലിഖ് മുദബ്ബിർ. ഫസ്തഈദു ബില്ലാഹ്, അല്ലാഹുവിൽ അഭയം പ്രാപിക്കണം. ഫസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. മുഹയ്യദ്ദീൻ ഷെയ്ഖ് അതാ പറഞ്ഞത്. ഖുതുബിയ്യത്ത് കട്ടുകാരൻ അവനും അതാ ഷെയ്ഖിനോടാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഗ്രന്ഥമാണ്. നമ്മൾ അത് മാറ്റി വെച്ചിട്ട് ഈ ഹദ്ദാദും റാത്തീബും ഖുതുബിയ്യത്തും മൗലൂദും എടുക്കുമ്പോൾ ആലോചിക്കണം, നബി കണ്ടിട്ടുണ്ടോ? സ്വഹാബത്തിന് പരിചയമുണ്ടോ? മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമുണ്ടോ? മങ്കൂസ് മൗലിദ്, ഹദ്ദാദ്, റാത്തീബ്, മജ്ലിസുന്നൂർ, മഹ്ദറത്തുൽ ബദരിയ, അവർക്ക് പരിചയമുണ്ടോ? എവിടെയാണ് സുഹൃത്തുക്കളെ? 300 കൊല്ലം 400 കൊല്ലം പഴക്കമുള്ളതാണ് ഇതൊക്കെ. നമ്മൾ പറയുന്നു 14 നൂറ്റാണ്ട് പഴക്കമുള്ളത് പഠിക്കണം. അപ്പോൾ പറയുന്നു നിങ്ങൾ പുത്തൻവാദിയാണ്. എങ്ങനെയാ ചങ്ങാതി പഴയത് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾ എങ്ങനെയാ പുത്തൻവാദിയാകുന്നത്? നിങ്ങൾ ഈ പുതിയത് കൊണ്ടുവരുന്നു. അറിവിൻ നിലാവ് 5 കൊല്ലമായിട്ടില്ല. കൊറോണ അങ്ങ് വന്നപ്പോൾ തങ്ങളുടെ ഓരോരുത്തരുടെയും ലാഭസ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കണമെങ്കിൽ ജീവിക്കാൻ ഓരോ മാർഗം കാണണം. ഒരു പണം ചെലവില്ലാതെ ജീവിക്കാൻ പറ്റുന്ന പുതിയ സ്വലാത്തുകൾ ആരംഭിച്ചു, പുതിയ സദസ്സുകൾ ആരംഭിച്ചു, പുതിയ ദിക്റുകൾ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയാ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാറ്റക്കോയ തങ്ങളിറങ്ങിയിട്ട് പറഞ്ഞു, കുട്ടികൾ ആരെങ്കിലും ബെഡിൽ മൂത്രമൊഴിക്കുന്നുണ്ടോ? അലിഫ് ലാം മീം എന്ന് 28 ദിവസം തലയിൽ കൈവച്ചുകൊണ്ട് ഓതിയാ മതി, പിന്നെ ബെഡിൽ കുട്ടി മൂത്രമൊഴിക്കൂല. ആര് പറഞ്ഞു? 28 നിശ്ചയിച്ചു. അലിഫ് ലാം മീമിന് ഇങ്ങനെ ഒരു പോരിശയുണ്ടെന്ന് ഏത് ഇമാം പറഞ്ഞു? സ്വയം അങ്ങോട്ട് പറയാ, അങ്ങോട്ട് പ്രഖ്യാപിക്കുക. എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ നിസ്കാരങ്ങൾ ഉണ്ടാക്കുക, ഓരോ പാട്ടുകൾ ഉണ്ടാക്കുക. ഇതൊക്കെ അങ്ങോട്ട് ചൊല്ലിക്കോളൂ എന്ന് പറയലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. നിങ്ങൾ പിഴച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിഴക്കൂല. കിതാബല്ലാഹി വ സുന്നത റസൂലിഹി, അതേതാ? അള്ളാന്റെ കിതാബ്, നബിന്റെ സുന്നത്ത്. ഇത് രണ്ടും പിടിച്ചാല് അല്ലാഹു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിച്ചോ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഉത്തമമായ കലാം അല്ലാഹുവിന്റെ കലാമാ. വഖൈറുൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ മാർഗമാണ് ഏറ്റവും ഉത്തമമായ സന്മാർഗം. ആ മാർഗം നമ്മളോട് പിടിക്കാനാ പറഞ്ഞത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, ആ റസൂല് നിങ്ങളോട് പഠിപ്പിച്ച നന്മകളെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹൂ, പാടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറഞ്ഞത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും വേണം. പാടില്ല എന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും വേണം. അപ്പോഴാ അഹ്ലുസുന്നത്തി വൽ ജമാഅയാവുക. നോക്കൂ, നിങ്ങൾ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദികളെ നസാറാക്കളെ ശപിച്ചിരിക്കുന്നവർക്ക് ലഅനത്തുണ്ട്. എന്തേ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി. സാധാരണക്കാരൻ്റെ അല്ല, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദാക്കിയവരാണ്. അതിൻ്റെ പേരിൽ അവർക്ക് ശാപമുണ്ടെങ്കിൽ അതേ പണി ഇന്ന് ഏറ്റി നടക്കുന്ന ആളുകൾ ആരാണ്? അവർ. ഖബറാണ് അവരുടെ സുജൂദിന്റെ കേന്ദ്രം. തവാഫ് നടത്തുന്നു, പൂജകൾ നടത്തുന്നു, ഉറൂസ് നടത്തുന്നു. സഹോദരങ്ങളെ, ഖബർ കാണരുതെന്നോ സന്ദർശിക്കരുതോ എന്നോ നമ്മളാരും പറഞ്ഞിട്ടില്ല, പറയില്ല. നമ്മളോട് പറഞ്ഞതെന്താ? സൂറൂഹാ, നിങ്ങൾ ഖബറൊക്കെ കാണണം, സന്ദർശിക്കണം.
ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അത് മരണത്തെ ഓർക്കാൻ നല്ലതാ. വതുദക്കിറുകുമുൽ ആഖിറ, പരലോകത്തെ ഓർക്കാൻ നല്ലതാ. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ മഹാന്മാരുടേതാണെന്ന പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഖബറുകൾ മരണത്തെ ഓർക്കാനാണോ പരലോകത്തെ ഓർക്കാനാണോ? അല്ല, ഉറൂസുകളാണ്. എന്ത് ഉറൂസ്? ആഘോഷ കേന്ദ്രം. ആനയുണ്ട്, അമ്പാരിയുണ്ട്, ജിലേബിക്കാരനുണ്ട്, പമ്പര കച്ചവടക്കാരനുണ്ട്. ആന ഇടഞ്ഞുകൊണ്ട് ഇന്ന നേർച്ചയിൽ ഇത്രയാളുകൾ മരിച്ചു. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആഘോഷമുണ്ടോ സുഹൃത്തുക്കളെ? കഅബ പൊളിക്കാൻ വന്ന ആനക്കൂട്ടത്തിനെ കൊണ്ടുവന്നിട്ട് അതുപോലെ ഒരു ആനമേളം നടത്തിയിട്ട് ഇസ്ലാമിൽ ഒരാഘോഷം ഉണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? ചന്ദനക്കുടം ഉറൂസ് നടക്കുന്നു, അതിനെ എതിർത്തുകൊണ്ട് അവർ തന്നെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. അപ്പവാണിപ നേർച്ച ഖബറുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ്. ഇപ്പോൾ പലപ്പോഴും നാടുകളിൽ ഈ നേർച്ചകൾ വഴിമാറി പല തോന്നിവാസങ്ങളും നടക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരും മഹല്ലുകാരും കുപ്പായം മാറ്റി പേരുമാറ്റി. എന്താ പേര്? ദേശീയോത്സവം. നേർച്ച എന്ന് പറയാൻ പറ്റണില്ല, കോലം മാറി. അപ്പൊ പേരങ്ങ് മാറ്റിയിടാ. ദേശീയോത്സവം കൊണ്ടോട്ടില്ലേ, വട്ടാമ്പില്ലേ? പേര് മാറ്റിയോണ്ട് കാര്യമല്ല, നിങ്ങൾ തുടങ്ങി വെച്ചതാണ്. ഇതൊന്നും അഹ്ലു സുന്നയിലേക്ക് വരവ് വെക്കരുത്. ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഇത് ഞങ്ങൾ കാലങ്ങളാണ് ചെയ്യുന്നത്, അങ്ങ് പറഞ്ഞു നടത്തിക്കോ. ഇതൊക്കെ ദീനാണെന്ന് നീ പറയരുത്. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞു, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ. ആ നേതാവിനേക്കാളും വലുതാവൂലല്ലോ നമ്മളെ നേതാക്കന്മാര്. ഉഹദിന്റെ ഖബർ സന്ദർശിച്ച ആളാ, അവിടെ ഖബർസ്ഥാനിൽ പോയവരാ. അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടില്ല. യഥാർത്ഥ ശുഹദാക്കന്മാരായ ഉഹദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ, ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മജ്മഈൻ, ആ മഹാരഥന്മാരുടെ ഖബറിങ്കൽ പോലും ഒരു ഉത്സവവും നടക്കുന്നില്ല. അവർ ഔലിയാക്കന്മാരല്ലേ സുഹൃത്തുക്കളെ? അവർ മഹാന്മാരല്ലേ? എന്താണ് ഇവിടെ നടക്കുന്നത്? ഖബറുകളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ ഇസ്ലാം വിലക്കിയ ഈ കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും, നിങ്ങൾ അഹ്ലു സുന്നയല്ല, നിങ്ങൾ ഖബർ സന്ദർശനമില്ലാത്ത ആൾക്കാരാണ്. എന്നിട്ട് മക്കാമുകളായി സിയാറത്ത് ടൂറുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ യാത്രയിലാണ്. എവിടേക്കാണ് പോകുന്നത്? ബാപ്പയുടെ ഖബറിങ്കലേക്കാണോ? ഖബറിനുള്ളിൽ ആളുണ്ടോ എന്ന് പോലും അറിയില്ല. കാഞ്ഞങ്ങാട് ചെന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത് ഒരു ദർഗയിൽ ഉറൂസ് നടക്കുകയാണ്. ഏതാ സ്ഥലം, ഏതാ ഖബറിന്റെ ആളെ പേര് ചോദിച്ചു. അത് മുട്ടും തല ഔലിയയാണ്. മുട്ടും തല ഔലിയയോ? അതേ, സമുദ്രത്തിൽ കടലിൽ നിന്ന് ഒരു തലയങ്ങ് വന്നു. കുറച്ചു സമയം കഴിഞ്ഞേക്കൊരു കാൽമുട്ട് വന്നു. ഇത് രണ്ടും കൂടി എടുത്തൊരു ഖബറിലേക്ക് ഇറക്കി വെച്ചു. പേര് പറയാൻ ആ വ്യക്തിക്ക് പേരില്ല. അപ്പൊ ഒരു പേരിട്ട് കൊടുത്തു, മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅയെ ഓച്ചിറ ഉപ്പൂപ്പ ഈ അടുത്ത കാലത്തുണ്ടായതല്ലേ? പത്രത്തിൽ വന്നു. ഓച്ചിറ ഉപ്പൂപ്പ ആരാണ്? കുപ്പസ്വാമിയാണ്. യഥാർത്ഥ പേര് ദാമോദരനാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ ചില ഖബർ വിശ്വാസികൾ, ഖബർ പൂജകർ, അവിടെ ചെന്നിട്ട് ആ ഖബറിന്റെ പേരങ്ങ് മാറ്റിയിട്ടു. ആള് വരണമെങ്കിൽ, പെട്ടിപ്പിരിവ് നടക്കണമെങ്കിൽ പേര് മാറ്റണം. ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പേരിട്ടു. പോയി അന്വേഷിക്ക് നിങ്ങൾ. പനമരത്തെ ഉപ്പാപ്പന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? ഒരു കൊല്ലം ഉറൂസും പണപ്പിരിവും ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളും ഈ ഖബറുമായിട്ട് ബന്ധമില്ല, പുറം നാട്ടുകാരും ഇങ്ങോട്ട് വരണ്ട. മുനമ്പത്ത് ബീവി ചരിത്രം എന്താ പറഞ്ഞ്? ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട്ടു മരകാലി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരും അറിയില്ല. ഊരും പേരും അറിയാത്ത, അഡ്രസ് ഇല്ലാത്ത ഒരാൾ എങ്ങനെയാ പ്രസിദ്ധനാവുന്നത്? പേരുള്ള ഉഹദ് ശുഹദാക്കൾ, പേരുള്ള ബദരീങ്ങൾ പോലും അവരുടെ ഖബർസ്ഥാനുകളിൽ ആഘോഷങ്ങളില്ല, ഉത്സവങ്ങളില്ല, ആനവരവില്ല, പെട്ടിവരവില്ല, പൈസകളില്ല. ഈ മലപ്പുറം ജില്ലയിലെ തിരുവൂരിൽ യാഹൂദങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യന് 2 ഖബർ, 2 ജാറം, 2 പെട്ടി, 2 ഉത്സവം നടക്കുന്നു. എവിടെ, ഏത് ഔലിയക്കാണ് സുഹൃത്തെ 2 ഖബർ? ഏത് ഇസ്ലാമിൽ അത് പഠിപ്പിച്ചിരിക്കുന്നത്?
ഇത് പറയുമ്പോൾ നിങ്ങൾ പലതും പറയും, നിങ്ങൾക്ക് ഔലിയല്ല, നിങ്ങൾക്ക് കറാമത്തില്ല. സുഹൃത്തേ, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണേ, ഔലിയാക്കന്മാർ, അവർക്ക് പേടിക്കാനില്ല, ദുഃഖിക്കാനില്ല. ആരാണവർ? അവർ ആരുമാകാം, എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിൽ ആർക്കുമാകാം. ഒരു ഗുണമുണ്ട്, ക്വാളിറ്റി ഉണ്ട്. അല്ലദീന ആമനൂ, ശരിയായ വിശ്വാസം സ്വീകരിച്ചവരാ. വകാനൂ യത്തഖൂൻ, നല്ല തഖ്വ പാലിക്കുന്നവരാ. അല്ലാഹ് പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാത്തവരാ. അല്ലാഹ് അനുവദിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാ. അങ്ങനെ തഖ്വയുള്ള ഈമാനുള്ള ഭക്തരായ ആളുകളാണോ, അവർക്ക് വിളിക്കാവുന്ന പേരാണ് ഔലിയാക്കന്മാരെന്നത്. അത് നമുക്കാർക്കും മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയൂല. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ ഔലിയാക്കന്മാരിൽ പ്രമുഖരാണല്ലോ അസ്ഹാബുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫ് ഖുർആനിൽ പറഞ്ഞവരാണല്ലോ. അവരെന്താ ചെയ്തത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. റബ്ബേ, ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ. അള്ളാഹിനോട് പ്രാർത്ഥിച്ചവരാണ്. അവർ ഭക്തരാണ്, നമസ്കരിക്കുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്. വലിയാവുക. ഒരാൾ നമസ്കരിക്കുന്നില്ല, കുളിക്കുന്നില്ല, പള്ളി പോണില്ല, നോമ്പ് നോൽക്കണില്ല, ആളുകളെല്ലാവരും കൂടെ പറഞ്ഞു ഇയാൾ ഔലിയയാണ്. അതെന്താ? ഇയാൾ നിസ്കരിക്കാൻ പോണില്ല, ഇയാൾ കുളിക്കും, പിന്നെ ഇയാൾ എന്തൊക്കെയോ ചൊല്ലി പറയുന്നുണ്ട്, നഖമൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നു. എന്ത് കോലങ്ങളാണ്! ഓരോരുത്തരുടെ ചരിത്രം വായിച്ചാൽ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള വ്യാജന്മാര്, മനുഷ്യന്മാർ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഔലിയാക്കന്മാര് അഹ്ലുസുന്നയിലില്ല. അഹ്ലുസുന്നയിൽ ഔലിയാക്കന്മാര് വൃത്തിയുള്ളവരാണ്, മാനസിക രോഗികളല്ല. അഹ്ലുസുന്നയിൽ ഔലിയാക്കന്മാര് കഞ്ചാവ് വലിക്കൂല, മദ്യപിക്കൂല. ഇന്നൊക്കെ ചില ആളുകൾ പച്ചമലയാളത്തിൽ പ്രസംഗിക്കുകയാണ്, എനിക്കൊരു ഔലിയാനെ പരിചയമുണ്ട്, ആ ഔലിയ വെള്ളമടിക്കാറുണ്ട്. നഊദു ബില്ലാഹ്. ഇതൊക്കെ പച്ചമലയാളത്തിൽ പ്രസംഗിച്ചിട്ടും ഒന്ന് തിരുത്താൻ ഈ നാട്ടിൽ മനുഷ്യരില്ലേ? ഇത് ചോദിക്കാൻ ഈ നാട്ടിൽ ആളുകളില്ലേ? ആലോചിക്കണം നമ്മൾ. ഇതൊക്കെയാണ് ഔലിയ എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലുമല്ല. ദീനിലെ എല്ലാ ഇബാദത്തുകളും വിശ്വാസങ്ങളും ആചാരങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ച മാർഗത്തിലേക്ക് നമ്മൾ വരണം. എല്ലാ ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളും നമ്മൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയാൽ ഇവിടെ ഒരു തർക്കത്തിനും പിന്നെ വഴിയില്ല. വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ, നിങ്ങൾക്ക് ഈ നാട്ടിൽ തർക്കമുണ്ടോ എങ്കിൽ പഠിക്കാം, അള്ളാഹുവിലേക്ക് റസൂലിലേക്ക് നിങ്ങൾ മടക്കിക്കോ. അവിടെയുള്ളത് ശരിയാണ്, അത് പൂർണ്ണമായും സത്യമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം ഫുള്ളാണ്, അതിൽ പഠിപ്പിക്കാത്ത ഒന്നുമില്ല. സ്വർഗത്തേക്ക് എത്താനുള്ളതെല്ലാം ഉണ്ട്, നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ളതെല്ലാം ഉണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവന്നാലോ, കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. നൂറുകണക്കിന് ഖുതുബയിൽ നബി തങ്ങളുടെ ഉപദേശം, എല്ലാ പുത്തൻ ആചാരങ്ങളും എല്ലാ പുത്തൻ വിശ്വാസങ്ങളും പിഴവിലാണ്. പിഴവുകൾ അവസാനം നരകത്തിലാണ്. ദീനിൽ പഠിപ്പിക്കാത്ത ഒരു ദിക്ർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ദീനിലില്ലാത്ത ഒരു നമസ്കാരം നമുക്ക് ഉണ്ടാക്കാൻ അധികാരമില്ല. എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നബി എന്താ പറഞ്ഞിരിക്കുന്നത്? സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി. നിങ്ങളൊക്കെ ഇഷ്ടം പോലെ സൗകര്യം പോലെ നിസ്കരിച്ചോളൂ എന്നാണോ? അല്ല, ഞാൻ നമസ്കരിച്ചത് കണ്ടില്ലേ, അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. നബി പഠിപ്പിച്ച നിസ്കാരങ്ങൾ മതി. അത് ചെയ്യാൻ സമയമുണ്ടോ? നവാഫിൽ സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ, ളുഹാ നമസ്കാരം, ഖിയാമുൽ ലൈൽ, യാത്ര ചെയ്യാനുണ്ട് നമുക്ക്. പിന്നെന്തിനാ ദീനിലില്ലാത്ത തസ്ബീഹ് നമസ്കാരം, സ്വലാത്തുൽ ഉൻസ നമസ്കാരം, ദീനിലില്ലാത്ത എത്രയോ നമസ്കാരം കൊണ്ടുവരുന്നു. സുന്നത്തുകൾ കൈയൊഴിയുന്നു, പകരം ബിദ്അത്ത് കൊണ്ടുവരുന്നു. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ചില മനുഷ്യരുണ്ട്, അവർ പാപികളാണ്, മദ്യപാനികളാണെങ്കിൽ അവർ തൗബ ചെയ്ത് നന്നാകും, കാരണം മദ്യപാനം ഒരു തെറ്റാണെന്നറിയാം. ചില മനുഷ്യരുണ്ട്, അവർ പലിശക്കാരാണ്, അവർ തൗബ ചെയ്യും, നന്നാകും. ചില മനുഷ്യർ കൊലപാതകം ചെയ്തവരാണ്, അവർ നന്നാകും, പശ്ചാത്തപിക്കും.
തെറ്റാണെന്ന് ബോധ്യമുണ്ട്. എന്നാൽ ദീനിലില്ലാത്ത ഒരു സ്വലാത്ത്, ദീനിലില്ലാത്ത ദിക്ർ, ദീനിലില്ലാത്ത ആചാരം ഉണ്ടാക്കി ചെയ്യുന്ന വ്യക്തി ഒരിക്കലും തൗബ ചെയ്യൂല. എന്താ തൗബ ചെയ്യാത്തത്? അവന്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണ്. അവന്റെ അഭിപ്രായത്തിൽ അവൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്. സുഹൃത്തുക്കളെ, സ്വലാത്ത് ചെല്ലാൻ ആരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എല്ലാ സംഘടനക്കാരും അംഗീകരിക്കും ആയത്ത്. സ്വലാത്ത് എല്ലാവരും അംഗീകരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ കൈഫ യുസല്ലി അലൈക്, എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടത്? താജു സ്വലാത്ത് ചൊല്ലിക്കോ എന്നാ പറഞ്ഞത്? അല്ല. നാരിയ സ്വലാത്ത് ചൊല്ലിക്കോ എന്നാണോ? അല്ലല്ലോ. സ്വപ്നം കാണാനുള്ള സ്വലാത്തിന്റെ അത് ചൊല്ലിക്കോ എന്നാണോ? അല്ല. പിന്നെന്താ പറഞ്ഞത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. നമ്മൾ സാധാരണ അത്തഹിയാത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് 7ഓളം രൂപത്തിൽ വിവിധ പദങ്ങളുമായി ബന്ധപ്പെട്ട് 7ഓളം ഹദീസുകൾ ആ രൂപത്തിൽ വന്നിട്ടുണ്ട്. അവയിലെല്ലാം തന്നെ നമ്മൾ പഠിച്ചാൽ ഒരു സയ്യിദുനാ എന്ന പ്രയോഗം പോലും കാണാനില്ല. ആ പ്രയോഗം തെറ്റായിട്ടല്ല, പക്ഷെ സ്വലാത്തിൽ അത് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഉള്ളതുപോലെ ചൊല്ലുക. ഇല്ലാത്ത ഒരു സ്വലാത്ത് നമുക്ക് ആവശ്യമില്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ ഇന്നീ ഉക്സിറു സ്വലാത്ത് അലൈക്, എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹമുണ്ട്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം? നബിന്റെ മറുപടി മാ ശിഅത, എനിക്ക് എത്രയാ കഴിയുന്നത്, നിന്നെ കൊണ്ട് സാധ്യമാകുന്ന അത്ര സ്വലാത്ത് ചൊല്ലിക്കോ. ഈ സ്വലാത്ത് ഇങ്ങനെ മഹല്ലിൽ കമ്മിറ്റിക്ക് അറിയിച്ച് പാത്തമ്മക്കുട്ടി 100, ഖദീജക്കുട്ടി 20, കുഞ്ഞു മുഹമ്മദ് 250 എന്ന് പറഞ്ഞ് അവർക്ക് അറിയിക്കുക. എന്നിട്ട് എല്ലാവരും കൂടി 1000 ആയിക്കഴിഞ്ഞാൽ പാർസൽ അയക്കുക. എന്ത് കഥയാണ് ഈ പറയണത്? ഇതിനൊക്കെ പ്രത്യേകം മലായിക്കത്തുകൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കി, എത്ര സ്വലാത്ത് ചൊല്ലണം? എത്ര വേണമെങ്കിലും ചൊല്ലിക്കോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നീ എത്ര ചൊല്ലിയാലും ഇദൻ തുക്ഫീ ഹമ്മക, നിന്റെ വിഷമങ്ങൾ അതിലൂടെ മാറ്റാൻ പറ്റും. വയഗ്ഫിറു ലക ദംബക, നിന്റെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. ധാരാളം ഗുണമുള്ളതാണ്. ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്, ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുപ്പമുണ്ടാവുക. സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്നവരെ അവൻ പിശുക്കന്മാരാണ്. ഏതു സ്വലാത്ത്? യഥാർത്ഥ സ്വലാത്ത്. താജു സ്വലാത്ത് നബി പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല. നാരിയ സ്വലാത്ത് മൊറോക്കക്കാരനുണ്ടാക്കിയതാണ്. ഏകദേശം 100-400 കൊല്ലം പഴക്കമുള്ള നാരിയ സ്വലാത്താണ്. അതൊന്നും നബി പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് കണ്ടതല്ല, താബിഈങ്ങൾ കണ്ടതല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ല. കൂരിക്കുഴി സ്വലാത്ത് നഗർ ഇസ്ലാമിൽ പെട്ടതല്ല. എന്തേ? കൂരിക്കുഴി തങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 10-20 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ നിർത്തേണ്ടി വന്നു. ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. എന്തേ പ്രശ്നം? സ്വലാത്തിലെ പ്രശ്നം ഉണ്ടാവോ? ഇല്ല. സ്വലാത്തിന്റെ പേരിൽ ഭയങ്കര കറാമത്ത് കഥ, ചില പണപ്പിരിവുകൾ. പൈസ ഉണ്ടോ? ദിക്ർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ ഇസ്ലാമിൽ പൈസന്റെ ആവശ്യമുണ്ടോ? പെട്ടി ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കുരിക്കുഴി തങ്ങൾ സ്വലാത്ത് തുടങ്ങിയിട്ട് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു ചെപ്പടി വിദ്യ എല്ലായിടത്തും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ. ഈ മനുഷ്യൻ പറഞ്ഞു, ഒരു ദിവസം സ്വലാത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ വികലാംഗനായ ഒരു മനുഷ്യൻ മുന്നിലേക്ക് കയറി വന്ന് സദസ്സിലിരുന്ന് കുറേ സ്വലാത്തൊക്കെ ചൊല്ലി മൂപ്പര് പറഞ്ഞ് ആമീനൊക്കെ പറഞ്ഞ് ഒരു പൈസയൊക്കെ ഇട്ടു, ബക്കറ്റ് കിട്ടുകൊടുത്ത് സദസ്സ് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ പറഞ്ഞതാട്ടോ. ഈ പറഞ്ഞ സ്വലാത്തിന്റെ ആൾക്കാരും ആ നാട്ടിലൊക്കെ പോയി ചോദിച്ചോളി. കൂരിക്കുഴി തൃശ്ശൂർ ജില്ലയിലാ. കുറച്ച് കഴിഞ്ഞ് സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ വികലാംഗനായ മനുഷ്യൻ നല്ല ആക്റ്റീവായി 2 കാലും ഉഷാറായിട്ട് അങ്ങാടി കൂടെ നടക്കാൻ തുടങ്ങി. തങ്ങൾ പറഞ്ഞു, കണ്ടോ നമ്മളെ സ്വലാത്ത് മജ്ലിസിലേക്ക് വന്നിട്ട് ഇതാ വികലാംഗനായ മനുഷ്യൻ ഇതാ നേരെ നടന്നു പോകുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് പാടി പൈസക്ക് പിരിച്ച് കറാമത്തൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ചില ആൾക്കാർ ചെന്ന് അന്വേഷിച്ചു നോക്കി, ഇത്ര പെട്ടെന്ന് വികലാംഗൻ എങ്ങനെ ശരിയായത്? പോയി നോക്കുമ്പോൾ അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ നാടക നടനാണ്. അഭിനയിക്കാൻ വേണ്ടി പണം കൊടുത്ത് കൊണ്ടുവന്നതാണ്. അഭിനയം കഴിഞ്ഞ് പൂർത്തിയായി അദ്ദേഹം പോയതാണ്. ഇത് കുളത്തുനിന്ന് പോയാ കിണറ്റിന്ന് പോയാ കുളത്തേക്ക് ബക്കറ്റിൽ പൈസ ഇട്ട് നോക്കണ്ട, നേരത്തെ 2000 കൊടുത്തുക്കണു. പോയി ചോദിച്ചോ, നാട്ടുകാരെ അന്വേഷിച്ചോ. മുജാഹിദുകൾക്ക് കേരളത്തിൽ നുണ പറഞ്ഞ് ആദർശം പ്രചരിപ്പിക്കേണ്ട ഒരാവശ്യം
ഈ കാലം വരെ വന്നിട്ടില്ല. സത്യം പറയാൻ സമയം കിട്ടാത്ത പ്രശ്നമേ മാത്രമുള്ളൂ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ പോലും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാ ഞാൻ ആരെയും നോവിക്കാനല്ല ഉദാഹരണങ്ങൾ പഠിക്കുക. മലപ്പുറം ജില്ലയിലും സ്വലാത്ത് നഗറുകളുണ്ടല്ലോ. ഞങ്ങളെ കാണണില്ല തങ്ങളെ, ഞങ്ങളെ വിഷമങ്ങൾ അറിയണില്ല തങ്ങളെ, ഞങ്ങൾക്ക് സ്വർഗം തരണം തങ്ങളെ, ടിക്കറ്റ് തന്ന തങ്ങളെ. ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് റമദാനിലെ വിശുദ്ധമായ രാത്രികളിൽ ഇഅ്തികാഫിരിക്കേണ്ടുന്ന പള്ളികളിൽ അള്ളാഹുവിനോട് പൊട്ടിക്കരയേണ്ടിയിരുന്ന ആ റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിൽ ഇതാ ഇവിടേക്ക് വന്നോളൂ, നിങ്ങൾക്ക് തൗബയുണ്ട്, ഇവിടേക്ക് വന്നോളൂ, നിങ്ങൾക്ക് തൗബയുണ്ട്. ഈ അടുത്തൊരു സമ്മേളനം നടന്നപ്പോൾ അവിടെ പറയുകയാണ്, മുത്ത് നബിയുടെ സുഗന്ധം ഞങ്ങളുടെ സമ്മേളനത്തിലുണ്ടായിരുന്നു. ഓ, വല്ലാത്ത കൗമട്ടോ, എന്തുമാത്രമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അഹ്ലു സുന്ന വൽ ജമാഅ എന്നതിൻ്റെ പാറ്റന്റ് പറ്റാൻ അതിന് ചില ഗുണങ്ങളുണ്ടാവണം. ആ ഗുണങ്ങൾ ആൾക്കൂട്ടമല്ല, വസ്ത്രത്തിൻ്റെ നിറമല്ല, പള്ളികളുടെ എണ്ണമല്ല, സംഘബലമല്ല, ശക്തിബലമല്ല, ആയുധബലമല്ല, വിശ്വാസപരമായ കരുത്താണ് അഹ്ലു സുന്നയുടെ കരുത്ത്. ദിക്ർ ചൊല്ലണ്ടേ, നമുക്ക് ദിക്റുണ്ടേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. നേരം വെളുത്താൽ അവിടുന്ന് തുടങ്ങാണ്, ഉറങ്ങുന്നത് വരെ ദിക്റുകളുണ്ട്. കച്ചവടക്കാരെ, കടയിലിരിക്കുമ്പോൾ ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പൈസ കൊടുക്കണ്ട, പണം ചെലവില്ലാത്ത, സമയം കളയേണ്ടതില്ലാത്ത, ശാരീരിക അധ്വാനമില്ലാത്ത ഇസ്ലാമിലെ ഏറ്റവും സിമ്പിളായ ഇബാദത്താണ് ദിക്ർ. എന്നാൽ ദിക്ർ ചൊല്ലാനൊരു സമ്മേളനം വേണോ? ദിക്ർ ചൊല്ലാനൊരു ഹൽക്ക വേണോ? ദിക്ർ ചൊല്ലിയതിൻ്റെ പൈസ ഇടാനൊരു ബോക്സ് വേണോ? ദിക്ർ ചൊല്ലിയതിൻ്റെ എണ്ണം പിടിച്ച് ഞാനിതാ 70,000 ദിക്ർ ചൊല്ലിയിരിക്കുന്നു, അത് മഹല്ലിനെ അറിയിക്കേണ്ടതുണ്ടോ? മരണപ്പെട്ട മയ്യത്തിൻ്റെ പേരിൽ അതാ 70,000 ദിക്ർ. മൂത്ത കാരണോല് സുലൈമാൻ 10,000, രണ്ടാമത്തെ പെങ്ങള് ഫാത്തിമക്കുട്ടി 10,000, എന്നിട്ട് എല്ലാവരും കൂടി 70,000 ആക്കിയിട്ടതാ നബി തങ്ങളിലേക്ക് പാർസലാക്കുന്നു. ഈ ദിക്റിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. ഇസ്ലാമിലുണ്ടോ? യഥാർത്ഥ ദിക്റുകൾ നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നാവിന് കനം കുറവ്, തുലാസിൽ കനം കൂടുതൽ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുണ്ട്, അത് ചൊല്ലാൻ പള്ളിയിൽ നിന്ന് ഉസ്താദ് വരണോ? അത് ചൊല്ലാൻ അൽ-ഫാത്തിഹ വിളിക്കണോ? നമുക്കൊരു വാഹനത്തിൽ കയറണം, ബിസ്മില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന പ്രാർത്ഥന നമുക്കുണ്ട്. ഉസ്താദ് വരണോ? അൽ-ഫാത്തിഹ ഓതണോ? ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മയ്യത്തിനെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു മയ്യത്ത് കിടക്കുന്നു, അല്ലാഹുമ്മഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. പേര് വെച്ചുകൊണ്ട് അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നബി തങ്ങൾ അങ്ങ് കയറി വരുന്നു, ഒരു വലിയ പുതപ്പും ഷാളക്കെട്ട് കയറി വന്നു. യാസീൻ, അവിടെ നിന്ന് യാസീൻ ഓതി. അത് കഴിഞ്ഞാൽ ഫാത്തിഹ, അത് കഴിഞ്ഞാൽ ഇലാ ഹളറത്തി ശൈഖുനാ മടവൂർ, ഇലാ ഹളറത്തി റിഫായി, എന്നിട്ട് കുറഞ്ഞ് അടുത്ത മഹലിൽ നിന്ന് ഖതീബ് വന്നു. വീണ്ടും തുടങ്ങുകയാണ്. മയ്യത്തിനെ എങ്ങനെങ്കിലും മറവ് ചെയ്യാനല്ല, എല്ലാവരും തൻ്റെ പ്രൗഢി കാണിക്കുകയാണ്. ഇരുന്ന് ദിക്റോട് ദിക്ർ. എന്നിട്ട് ആരെങ്കിലും ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ നീ പുത്തംവാദിയാണ്, ഈ പഴച്ചോനാണെന്ന് പറയുന്നു എങ്കിൽ, സഹോദരങ്ങളെ, ദീനിലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കസീറും മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതന്മാർ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചോളൂ. ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. ചിന്തിച്ചോളൂ. ഇനിയും എന്നും നമുക്കിത് പഠിക്കാനും കേൾക്കാനും അവസരമില്ലെങ്കിൽ, നാളെ നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി എനിക്ക് കിട്ടുന്ന ഒരവസരത്തിൽ സ്വന്തത്തിന് വേണ്ടി ആലോചിക്കുക. പഠിക്കാനുള്ള നല്ല അവസരമല്ലേ? വെള്ളിയാഴ്ച ജുമുഅ നടക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ കടയെല്ലാം അടച്ച് ജോലി തിരക്ക് മാറ്റിവെച്ച് വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരുന്നു ഖുത്ബ കേൾക്കാൻ. എന്നിട്ട് ഖുത്ബ കേൾക്കുന്ന വിശ്വാസികളായ പ്രിയപ്പെട്ട മനുഷ്യരെ, ഇന്ന് നിങ്ങൾ പോകുന്ന പള്ളിയിൽ 200 കൊല്ലം നിങ്ങൾ പോയാൽ
നിങ്ങൾക്ക് എത്ര ആയത്ത് പഠിക്കാൻ പറ്റും, എത്ര സുന്നത്ത് പഠിക്കാൻ പറ്റും, നിന്റെ ജീവിതത്തിലെ സിഗരറ്റ് വലി നിനക്ക് മാറ്റാൻ പറ്റുമോ, നുണ പറയുന്ന ശീലം നിനക്ക് മാറ്റാൻ പറ്റുമോ, ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു പുണ്യകർമ്മം നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നിനക്കത് മനസ്സിലാകുന്നില്ല. എന്തിനാ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് വാ. ഇമാം ഷാഫിഈ പറയുന്നു, മദ്ഹബിന്റെ ആളുകളെ, ഇമാം ഷാഫിഈ പറയുന്നു, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ അൽ ഖുതുബതു അൽ വഅലു, ആ ഖുതുബ ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. അറബ് നാടാണോ? അറബിയിലായിരിക്കണം. ഖത്തറിലതാ വേൾഡ് കപ്പ് നടക്കുന്നു, ജനങ്ങളെല്ലാവരും സാഗൂതം നോക്കിയപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ഖുതുബ നടക്കുന്നു ഇംഗ്ലീഷിൽ. അതെന്താ അറബ് രാജ്യത്ത് ഇംഗ്ലീഷിൽ ഖുതുബ? അറബ് രാജ്യത്ത് വന്ന ഇംഗ്ലീഷുകാർക്ക് മുമ്പിലാണ് സംസാരം. അപ്പോൾ ഇംഗ്ലീഷിലായിരുന്നു ഖുതുബ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഉള്ളാളേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നാഗൂരിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആ നാഗൂരിലുമൊക്കെ ഒന്ന് നോക്കൂ നിങ്ങൾ, അവിടുത്തെ പള്ളിയിൽ അവിടുത്തെ ഭാഷയിലാണ്. ഡൽഹി ജുമാ മസ്ജിദിൽ പോയി നോക്കൂ, ഉറുദുവിലാണ് ഖുതുബ. അതൊക്കെ അവിടെ കിടക്കട്ടെ. 23 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബ നടത്തിയിട്ട് വെള്ളിയാഴ്ച തൻ്റെ സ്വഹാബത്തിന് മനസ്സിലാവാത്ത ഒരൊറ്റ ഖുതുബ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. 23 കൊല്ലത്തിന് നടക്കി എത്ര ഖുതുബ നടത്തിയെങ്കിൽ ഒരു ഖുതുബ തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഖുതുബ ഉണ്ടോ? ഇല്ല. 23 കൊല്ലം മക്കയിലും മദീനയിലും ഉപദേശം കൊടുത്തു, ദർസ് നടത്തി. ആ ദർസിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ മനസ്സിലാവാത്ത ഭാഷയിൽ ഒരു ദർസ് നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഏത് ഭാഷയിൽ നടത്താലും കുഴപ്പമില്ല, ജനങ്ങൾക്ക് ആ ഖുതുബയിൽ നിന്ന് പഠിക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് ആളുകൾ മാറുന്നത്? സ്വഹാബത്ത് എപ്പോഴാണ് മദ്യപാനം നിർത്തിയത്? എപ്പോഴാണ് ജമാഅത്ത് നമസ്കാരത്തിന് വരാൻ കൃത്യമായി കണിശമാകാൻ തുടങ്ങിയത്? അവരുടെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതം എപ്പോഴാണ് നന്നാകാൻ തുടങ്ങിയത്? ഖുതുബകളിലൂടെ അവരുടെ മനസ്സിലേക്ക് മാറ്റങ്ങൾ വന്നു. ഖുതുബക്ക് കയറി വന്ന മനുഷ്യൻ നിസ്കരിക്കാതെ ഇരുന്നപ്പോ അപ്പൊ തന്നെ നബി തങ്ങൾ പറഞ്ഞു, യാ ഫുലാൻ, മനുഷ്യ കും, എണീക്ക്, രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ഇരിക്ക്. എന്തേ? ഖുതുബ എന്ന് പറഞ്ഞ ഒരു പുസ്തകം വായിക്കലല്ല. ഇന്ന് നടക്കുന്നത് നബിന്റെ ഖുതുബ എന്നല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇബ്നു നബാത്തിയ എന്ന് പറയുന്ന ഈജിപ്തുകാരന്റെ ഖുതുബയാണ്. എങ്കിൽ ശരി, ആ ഖുതുബയെങ്കിലൊന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്താൽ നബിദിനം കഴിക്കാൻ ഒരൊറ്റ സുന്നി ഉണ്ടാവില്ല. എന്തേ? റബീഉൽ അവ്വലിൽ ഇബ്നു നബാത്തിയ നടത്തിയ ഖുതുബ മുഴുവൻ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ മരണം എന്നാണ് വിഷയം. ഓരോ ആഴ്ച 5 ആഴ്ചയിൽ ഖുതുബ തുറന്ന് വായിച്ചു നോക്കോ. അവർ കരഞ്ഞതും മദീന ശാന്തമായതും കച്ചവടക്കാർ പോയ സ്ഥലത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞ് തിരിച്ചു വന്നതും അബൂബക്കർ റളിയല്ലാഹു മയ്യത്ത് കണ്ടപ്പോഴുണ്ടായ അവസ്ഥയും ഉമർ റളിയല്ലാഹുവിന്റെ ശുജാഅത്തുമൊക്കെ ആ ഖുതുബയിൽ പറയുന്നുണ്ട്. അതെങ്കിലും ഒന്ന് പഠിപ്പിക്കേണ്ട സുഹൃത്തേ, എങ്കിൽ ജനങ്ങൾ നന്നാവും. പക്ഷേ ഈ ജനങ്ങൾ നന്നാകാൻ സമ്മതിക്കൂല. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് വന്ന് ഒരു വിഭാഗം ആളുകൾ പറയുകയാണ്, ഇന്നാ തഅനാ സാദതനാ വകുബറാനാ, അല്ലാഹുവേ ഞങ്ങളുടെ സാദാത്യങ്ങളെ, നേതാക്കന്മാരെ, കുബറാക്കന്മാരെ ഞങ്ങൾ അനുസരിച്ചു പോയി. ഫാദല്ലൂന സബീലാ, ഞങ്ങളെ ആകെ അവർ വഴിപിഴപ്പിച്ചു. ഇവരാണ് ശരി, ഇവരാണ് ദീന്, ഇവരാണ് പാരമ്പര്യമെന്ന് ഞങ്ങൾ ധരിച്ചു പോയി. അല്ലാഹുവേ അവർ ഞങ്ങളെ പിഴപ്പിച്ചു. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്, ഇവർക്ക് ഇരട്ടി ഇരട്ടിയായി ശിക്ഷ കൊടുക്കണം അല്ലാഹ്. വൽഅൻഹും ലഅനൻ കബീറാ, ഇവർക്ക് ശാപം വലിയ രൂപത്തിൽ കൊടുക്കണം അല്ലാഹ്. അള്ളാന്റെ ഖുർആനാ പറയുന്നത്. ഈ രംഗം ഭയപ്പെട്ടോ? ഈ ദീൻ നിങ്ങളുടെ ചെവിയിൽ ഈ ഇരുമ്പുഴി പ്രദേശത്ത് അള്ളാഹു സാക്ഷിയാണ്. ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. വെറുപ്പോടെയാണെങ്കിലും നീരസത്തോടെയാണെങ്കിലും പുച്ഛത്തോടെയാണെങ്കിലും കേട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയൂല. അല്ലാഹുമ്മശ്ഹദ്, അള്ളാഹു സാക്ഷിയാണ്. നാളെ പരലോകത്ത് വന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മലക്കുകളോട് യാചിക്കുമത്രേ. മലക്കുകളെ ഒന്ന് പറഞ്ഞു നോക്ക്, ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അവരൊന്ന് ചോദിക്കും, മലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീത് വന്നില്ലേ, ഉപദേശങ്ങൾ വന്നില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, വന്നിരുന്നു, കേട്ടിരുന്നു, ശരിയാണ്. ഫകദ്ദബ്നാ, ഞങ്ങൾ നിഷേധിച്ചു. അതൊക്കെ പുത്തംവാദികളല്ലേ?
അതൊക്കെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഫകദ്ദബ്നാ, ഞങ്ങൾ നിഷേധിച്ചു. വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു മാ നസ്സലല്ലാഹു മിൻ ഷൈ, ഇങ്ങനൊന്നും അല്ലാഹു ഇറക്കിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഇത് പറയുന്ന നിങ്ങൾ പിഴച്ചവരാണ്. സ്വർഗനരകങ്ങളിലേക്കുള്ള മാർഗങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾ പിഴച്ചവരാണ്. വേറെ ചില ആളുകളുണ്ട്, നരകത്തിൽ വന്നവർ വിലപിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് വഖാലൂ ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ. ഇപ്പോഴും ഉണ്ടാവും നമ്മുടെ പള്ളികളിലൊക്കെ, ഇത് കേൾക്കരുത്, അവർ പോവരുത്. ചില എത്രയോ പല നാടുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് അടക്കാത്ത കടയ്ക്ക് ഓൻ അന്ന് 7 മണിക്ക് പൂട്ടി പോകും. എന്തേ? ഇവിടെ നിന്നാലും മുജാഹിദീങ്ങളെ വഴുതേക്കേണ്ടി വരും. വഖാലൂ ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, തല പണയം വെക്കണ്ട, ആരുടെയും മരയിൽ കെട്ടിവെക്കണ്ട. സ്വയം ഒന്ന് ചിന്തിച്ചോ, ഖുർആനും ഹദീസ് ഒന്ന് പഠിക്കാൻ തുടങ്ങിക്കോ. നീ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ആളാകണ്ട, നീ ഇവിടെ വന്ന് മെമ്പർഷിപ്പ് എടുക്കണ്ട, നിങ്ങളുടെ ഒരാളുടെയും വോട്ട് ചോദിക്കാൻ ഞങ്ങൾ ആരും വരൂല. നിങ്ങളോട് ഏതെങ്കിലും ഒരു സഹായം ചോദിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ നമ്മൾ ആരും കാണുന്നുമില്ല. ദീനിന്റെ നസീഹത്തോടെ പറയുകയാണ്, നിങ്ങൾ ഈ ദീൻ ഒന്ന് പഠിക്കണേ, കേൾക്കണേ. നാളെ നരകത്തിൽ വന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ വീഴൂലായിരുന്നു. ആ വിലാപം വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. നരകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചില മനുഷ്യർ പറയും, എത്രയോ കൂലി യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് മുൻകൂട്ടി നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ, നല്ലപോലെ ജീവിച്ചാൽ മതിയായിരുന്നില്ലേ. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്, ശിക്ഷയാണ് അവനെ ബാധിക്കുന്നത്, രക്ഷപ്പെടാൻ കഴിയൂല. ആ ആളിക്കത്തുന്ന നാളെയുള്ള പരലോകത്തിനെ ആരും മറന്നു പോകേണ്ട സുഹൃത്തുക്കളെ. പരലോകമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് അതൊക്കെ ഒരുപാട് കാലങ്ങൾ കഴിയേണ്ടതല്ല, ആവശ്യമില്ല. നീ മരിച്ചാൽ നിന്റെ പരലോകം ആരംഭിക്കുകയാണ്. അക്സിറൂ ദിക്റഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന നരകത്തിൻ്റെ എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണത്തിനെ ധാരാളമായി ഓർത്തോ. പ്രിയപ്പെട്ടവരെ വിട്ടുപിരിയണം. നാട്ടുകാരും നമ്മുടെ ഖബറിലേക്ക് വരൂല, പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന ഭാര്യ വരൂല, നമ്മൾ ചുംബിച്ച നമ്മുടെ മക്കളാരും നമ്മുടെ ഖബറിലേക്കില്ല, ഉസ്താദുമാര് വരില്ല, സംഘടനക്കാർ വരില്ല, ആരും വരാതെ നമ്മൾ നമ്മുടെ മരണശേഷമുള്ള ഒറ്റക്കുള്ള ലോകത്ത് ജീവിക്കേണ്ടി വരും. അബുൽ അത്താഹിയ പറഞ്ഞ പോലെ അൽ മൗതു ബാബും വകുല്ലുന്നാസി ദാഖിലുഹു, മരണം ഒരു വാതിലാണ്, എല്ലാവരും അതിലൂടെ കടക്കും, എല്ലാവരും വരും. എത്ര വീരവാദം മുഴക്കിയാലും മരിക്കും. ഫലൈത ശഅരി ബഅദൽ ബാബി മദ്ദാറു, ശേഷമുള്ള വീടേതാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അദ്ദാറു ജന്നതു ഖുൽദിൻ ഇനാമിൽ തബിമാ, സ്വർഗത്തിന് വേണ്ടിയാണ് നീ പണിയെടുത്തിട്ടുള്ളതെങ്കിൽ നിനക്ക് കിട്ടാനുള്ളത് അതാണ്. യുർദല്ലിലാഹ വഇൻ ഖസ്റത ഫന്നാറു, അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ സ്വർഗമാണ്. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത പണികളുമായി ഇവിടെ നിന്ന് ചെന്നാൽ ചങ്ങാതിമാര് വരൂല, ആരും സഹായത്തിനില്ല. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് അവൻ്റെ വിചാരണ നേരിടേണ്ടി വരും. ആ പരലോകത്തിനെ ഭയപ്പെടണേ. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, മുഖം ചുളിച്ചു പോകുന്ന ഒരു പരലോകത്തെ ഞങ്ങൾ ഭയപ്പെടുകയാണ്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നദ്റതൻ വസുറൂറാ. ആലോചിക്കണം, 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഈ വീരവാദങ്ങളും ഈ തല്ലുകൂടലും ഈ ശണ്ടയും ഈ മുദ്രവിളി കൂട്ടലും ഈ മുദ്രാവാക്യങ്ങളും ആരുമില്ല. ആകെ ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ കൊണ്ടുപോകുമ്പോൾ 3 കാര്യങ്ങളാ പിന്നാലെ പോകുന്നത്. അഹ്ലുഹു അവൻ്റെ കുടുംബക്കാര്, വമാലുഹു അവൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അടങ്ങുന്നവര്, വഅമലുഹു അവൻ്റെ പ്രവർത്തനങ്ങളാണ്. ഫയർജിഉ ഇസ്നാനി, അതേ പോകുന്ന മനുഷ്യ നിന്റെ 2 കാര്യങ്ങൾ തിരിച്ചു പോരുകയാണ്. വയബഖാ അമലുഹു, അവസാനം നിന്റെ കഫൻ പുടവയിൽ പൊതിഞ്ഞ് കിടത്തുമ്പോൾ 3 പിടി
പൊടി മണ്ണ് വാരിയിട്ട് എല്ലാവരും പോന്നു കഴിഞ്ഞാൽ നിന്റെ അമല് മാത്രമാണ് ബാക്കിയാകുന്നത്. അഹ്ലുസുന്ന പഠിപ്പിച്ച അമലുണ്ടാവണം, ബിദ്അത്തിന്റെ അമലല്ല, ഖുറാഫാത്തിന്റെ അമലല്ല, പിഴച്ച കക്ഷികളുടെ അമലല്ല. അല്ലാഹുവിൻ്റെ പ്രവാചകർ തൃപ്തിപ്പെട്ട് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അമലുകൾ വേണം. അത് കബൂലാക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ കബൂൽ ചെയ്ത് സ്വർഗം കൊടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന വൈജ്ഞാനിക സമ്മേളനങ്ങൾ, അത് കഴിഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പ്രോഗ്രാമുകൾ വിജയകരമാക്കാൻ ഓരോ ഭാരവാഹികളും പ്രവർത്തകരും ഈ നാട്ടിലെ സാധാരണക്കാരും തയ്യാറാവേണ്ടതുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന വാഹനങ്ങളിൽ തൻ്റെ സീറ്റുകൾ ഉറപ്പിക്കാൻ വേണ്ടി സന്നദ്ധരാവേണ്ടതുണ്ട്. പീസ് റേഡിയോ എന്ന ഏതൊരു മനുഷ്യനും വീട്ടിലിരുന്ന് ഖുർആൻ പഠിക്കാൻ, ദിക്ർ പഠിക്കാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിശ്വാസ അനുഷ്ഠാനങ്ങൾ പഠിക്കാൻ സ്വന്തമായി മൊബൈൽ ഫോണുള്ള ഏത് വ്യക്തിക്കും പീസ് റേഡിയോ വലിയ സൗകര്യമാണ്. വീഡിയോകൾ കണ്ടു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജമീൽ ആപ്പ് എന്ന മൊബൈൽ ഫോണുകളിൽ സുലഭമാണ്. ഫെബ്രുവരി 5-ാം തീയതി നടക്കുന്ന QHLS-ൻ്റെ പരീക്ഷ സൂറത്ത് മറിയമിനെ അടിസ്ഥാനമാക്കി നടക്കുമ്പോൾ ഞാനും നമ്മുടെ കുടുംബവുമൊക്കെ അതിലുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സ്നേഹത്തോടെ, ഒത്തൊരുമയോടെ, ഐക്യത്തോടെ മുന്നോട്ട് പോവുക. മനുഷ്യരാണ്, പിഴവുകളുണ്ടാകും, തെറ്റുകളുണ്ടാകും, കുറവുകളുണ്ടാകും. പാടി നടക്കേണ്ടതില്ല, പറഞ്ഞു നടക്കേണ്ടതില്ല, പ്രചരിപ്പിച്ച് നടക്കേണ്ടതില്ല. തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയോട് പുണ്യങ്ങളോടൊക്കെ സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ഏത് നേതാവ് പറഞ്ഞാലും, ബാപ്പ പറഞ്ഞാലും, ഉമ്മ പറഞ്ഞാലും, ആര് പറഞ്ഞാലും പാപങ്ങളോടും തിന്മകളോടും നിങ്ങൾ സഹകരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم اشف مرضانا واغفر لموتانا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا لا تخزنا يوم القيامة إنك لا تخلف الميعاد. رب اغفر لنا وارحمنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.